നമ്മൾ പറയുന്നത് അള്ളാഹു എന്ന് പറയുന്നത് തന്നെ അവന്റെ വ്യവസ്ഥിതിയാണ്. ഞാൻ വിശദമായിട്ട് ഈ കാര്യം നിങ്ങൾക്ക് പല കുത്തുബകളിലും പറഞ്ഞാണ്. അള്ളാഹുവിനെ വിളിക്കുക, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, അള്ളാഹുവിനെ സഹായിക്കുക, അള്ളാഹുവിനോട് ശത്രുത കാണിക്കുക, അള്ളാഹുവിനോട് എതിരിടുക എന്നൊക്കെ പറയുന്ന അവന്റെ വ്യവസ്ഥിതിയോട്, അവന്റെ നിയമ നിർദ്ദേശങ്ങളോടുള്ള ഏറ്റുമുട്ടലാണ്, അതിനെ സഹായിക്കലാണ്, അതിനോടുള്ള ശത്രുതയാണ്, അതിനെ സഹായിക്കലാണ്. അങ്ങനെ നിരവധി ഞാൻ ഉദാഹരണങ്ങളിലൂടെ എൻ്റെ പല ക്ലാസ്സുകളിലും നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തന്നാണ്. അപ്പൊ ഇവിടെ പറയുന്നത് അല്ലാഹുവല്ലാത്ത ഏതേത് വ്യവസ്ഥിതികളെ നിങ്ങൾ സഹായത്തിന് വിളിച്ചാലും അതൊന്നും തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ പരിഹരിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഉത്തരം തരാൻ പര്യാപ്തമല്ല. അതൊന്നും തന്നെ ദൈവിക വ്യവസ്ഥിതിയിലൂടെ അല്ലാതെ നിങ്ങൾ ഏത് വിഷയങ്ങൾക്ക് നിങ്ങൾ പരിഹാരം നേടിയാലും നീതി കൊണ്ട് നേടേണ്ടത് അനീതി കൊണ്ട് നേടാം, പക്ഷെ അത് താൽക്കാലികം മാത്രം. അതാണ് ഒലവു സമയവും. അവർ റെസ്പോണ്ട് ചെയ്താൽ തന്നെ, അവർ പ്രതികരിച്ചാൽ തന്നെ മസ്തജാബുലക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള പരിഹാരം അതിൽ നിന്ന് കിട്ടൂല. ചിലപ്പോ ഒരാളിപ്പോ എനിക്ക് വഴിയിൽ ഒളിഞ്ഞിരുന്ന് ഞാൻ ഒരാളെ അറ്റാക്ക് ചെയ്ത് അയാളുടെ കയ്യിൽ നിന്നുള്ളത് തട്ടിപ്പറിച്ച് താൽക്കാലികമായി ഉപയോഗിച്ചു എന്ന് വന്നേക്കാം. താൽക്കാലികമായി അയാളുടെ സമ്പത്ത് അയാളെ കൊന്ന് തട്ടിപ്പറിച്ച് അന്യായമായി താൽക്കാലികമായി ഉപയോഗിച്ചു എന്ന് വന്നേക്കാം. അത് നിങ്ങൾക്ക് ശാശ്വതമായ സമാധാനവും ശാശ്വതമായ പരിഹാരവും അത് നിങ്ങൾക്ക് നൽകൂല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുള്ളൂ. ഇങ്ങനെ സത്യം കൊണ്ട് നേടേണ്ടത് അസത്യം കൊണ്ട് നേടുന്നത് താൽക്കാലികമായി, അതാണ് വലവ് സമയവും. ഇൻ കേസ് അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയല്ലാത്ത മറ്റേതുകൊണ്ട് നിങ്ങൾ സഹായം ചോദിച്ചാലും താൽക്കാലികമായി എന്തെങ്കിലും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്താലും അത് മസ്തജാബുലക്കും പരിപൂർണമായ ഉത്തരം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടൂല. പരിപൂർണമായ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ് അതുകൊണ്ട് കിട്ടൂല. അത് നിങ്ങൾ ഏത് കാര്യങ്ങൾ എടുത്ത് നോക്കിക്കോളും. ഇപ്പൊ ഞാന് ഒരാളെ അന്യായമായിട്ട് തൽക്കാലം ഉപദ്രവിച്ച് അവന്റെ അങ്ങനെ എന്തെങ്കിലും എടുത്തു കൈ പറ്റിയാല് തൽക്കാലം അവന് ശക്തി ഇല്ലാത്ത നിലക്ക് അവൻ പോയി എന്ന് വരും. 10 ആളെ കൂട്ടിയിട്ട് അവൻ തിരിച്ചടിക്കും. അപ്പൊ പാർശ്വഫലങ്ങളില്ലാതെ പൂർണ്ണമായ പ്രതിഫലം നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സമ്പൂർണമായ സമാധാനവും സമ്പൂർണമായ നീതിയും ശാശ്വതമായ പുരോഗതിയും ലഭിക്കണമെങ്കിൽ ദൈവിക വ്യവസ്ഥിതിയിലൂടെ മാത്രം സഹായം ചോദിച്ചാലേ സാധിക്കുകയുള്ളൂ എന്നുള്ള ഉന്നതമായ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതല്ലാതെ നിങ്ങൾ ഏത് വ്യവസ്ഥിതിയിലൂടെ നിങ്ങൾ വിളിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടില്ല. ഇൻ കേസ് അത് റെസ്പോണ്ട് ചെയ്താൽ തന്നെ അത് പൂർണ്ണമായി നിങ്ങൾക്ക് കിട്ടൂല. നീതി കൊണ്ട് കിട്ടേണ്ടത് അനീതി കൊണ്ട് താൽക്കാലികമായി കിട്ടിയേക്കാം. സത്യം കൊണ്ട് കിട്ടേണ്ടത് അസത്യം കൊണ്ട് താൽക്കാലികമായി നിങ്ങൾക്ക് നേട്ടം കിട്ടിയേക്കാം. ധർമ്മം കൊണ്ട് കിട്ടേണ്ടത് അധർമ്മം കൊണ്ട് താൽക്കാലികമായി കിട്ടിയേക്കാം. സമാധാനവും സുരക്ഷിതത്വവും ലോകത്തിന് നൽകിക്കൊണ്ട് നേടേണ്ട ഗുണങ്ങൾ അക്രമവും അസമാധാനവും അശാന്തിയും സൃഷ്ടിച്ചുകൊണ്ട് താൽക്കാലികമായി നേടാം. പക്ഷേ ശാശ്വതമായി നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപൂർണമായ പ്രത്യുത്തരം അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് ദൈവിക വ്യവസ്ഥിതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് എന്നേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പൂർണ്ണമായ സത്യം എസ്റ്റാബ്ലിഷ്ഡ് ആകുന്ന കാലഘട്ടത്തിൽ ഈ കിട്ടിയതൊന്നും ശരിയല്ല എന്ന് നിങ്ങൾക്ക് നിഷേധമായിട്ട് തന്നെ നിങ്ങൾ ഇന്ന് നടത്തിയ ദൈവികേതര ആശയങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുക മുഖേന നിങ്ങൾ നടത്തിയ ഈ ശിർക്ക് നിങ്ങൾക്ക് നിഷേധമായിട്ട് തന്നെ വരും എന്ന് യൗമൽ ഖിയാമത്ത് ഈ സത്യം എസ്റ്റാബ്ലിഷ്ഡ് ആകുന്ന കാലഘട്ടത്തിൽ, ഈ നീതി പരിപൂർണമായിട്ട് സ്ഥാപിതമാകുന്ന കാലഘട്ടത്തിൽ, ഈ ധർമ്മം പൂർണ്ണമായിട്ടും സ്ഥാപിതമാകുന്ന കാലഘട്ടത്തിൽ ഇന്ന് നിങ്ങൾക്ക് താൽക്കാലികമായ കിട്ടിയ നേട്ടങ്ങളൊന്നും പരിപൂർണമായ നേട്ടങ്ങളായിരുന്നില്ല എന്നും നിങ്ങൾ നടത്തിയ ഈ ശിർക്ക് നിങ്ങൾക്ക് തന്നെ വിനയായി എന്നുള്ളതും അന്ന് നിങ്ങൾക്കത് നിഷേധമായി വരും എന്നാണ്. അതാണ് യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. ഉന്നതമായ കാര്യമാണ് പറയുന്നത്. അത് വരും മരിച്ചിട്ട് മണ്ണ് മറിഞ്ഞിട്ട് ഓല ദ്വാരനാ കിട്ടൂലെന്നാക്കി. അത് ഞാൻ പറഞ്ഞല്ലോ, ഒലവു സെമിയു എന്ന ഉപാധി വെച്ചതോടുകൂടി പോയി. അത് മരിച്ചവരല്ല എന്നുള്ളത് ഉറപ്പായി. അവര് കേട്ടാൽ തന്നെ എന്നുള്ള ഉപാധി വെച്ചപ്പോ പോയത്. അതാണ് പല പണ്ഡിതന്മാർ അന്തം വിടുകയാണ്, എങ്ങനെ കേൾക്കാം. എന്നാലും പിന്നെ അങ്ങോട്ട് സമ്മതിക്കുകയാണ്. എന്നാലും ഒരു കേൾക്കുമായിരിക്കും, മരിച്ചവര് കേൾക്കുമായിരിക്കും. അതാണ് അല്ലല്ല പറയുന്നത്, അതാണ് ചിന്തിക്കുന്ന മഹാപണ്ഡിതന്മാര് വരെ അവിടെ ഒരു മൗനം നീക്ഷിച്ച് മെല്ലെ രക്ഷപ്പെടുക ചെയ്യും. അള്ളാഹു പറഞ്ഞതല്ലേ, ചിലപ്പോ കേൾക്കുന്നുണ്ടാവും, അല്ല ഇപ്പൊ എന്താ പറയാ. ഇതാണ്
അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയിലൂടെയല്ല. ഇത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഇത് തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതാണ് ഞാൻ നിങ്ങൾക്ക് സൂചനകൾ ഇട്ടു. ഇത് നിങ്ങൾക്ക് ഇനി വികസിപ്പിക്കാൻ സാധിക്കും. ഇത് എത്രമാത്രം പറയാൻ കഴിയുമെന്ന് എനിക്കെന്നറിയില്ല. ഇങ്ങനെ തന്നെ അള്ളാഹ് പറയുന്നത് വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഇതുപോലെ സൂക്ഷ്മമായി കാര്യങ്ങൾ നിനക്ക് പ്രവചിച്ചു തരാൻ വേറെ ആരാണുള്ളത്? വലാ യുനബ്ബിഉക, നിനക്ക് പ്രവാചകൻ, നബി എന്നാണ് പ്രവാചകൻ, നിനക്ക് പ്രവചിച്ചു തരാൻ മിസ്ലു ഖബീർ, ഇതുപോലെ സൂക്ഷ്മമായി കാര്യങ്ങൾ പ്രവചിച്ചു തരാൻ ആരാണുള്ളത്? ആരുമില്ല. എന്താ അള്ളാഹു പറയുന്നത്? ഇതുപോലെ കാര്യങ്ങൾ സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ട് പ്രവചിച്ചു തരാൻ നിനക്ക് വേറെ ആരുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. മിസ്ലു ഖബീർ, ഖബീർ ഇതുപോലെ സൂക്ഷ്മജ്ഞാനിയായ പ്രവചിച്ചു തരാൻ പറ്റിയ, നിനക്ക് പ്രവചിച്ചു തരാൻ പറ്റിയ ആരുണ്ട്? ആരുമില്ല എന്നാണ് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത്. ഒരു കുട്ടിയോട്, ആ കുട്ടിയായിരിക്കുമ്പോൾ അവനോട് പിതാവ് വിളിച്ചു പറയണം, മോനെ നീ പഠിച്ചോ, നീ പഠിച്ച് വിജ്ഞാനം നേടി, അറിവ് നേടി സമൂഹത്തിൽ നീ കാര്യപ്രാപ്തി നേടണമെന്ന് അന്ന് കുട്ടിയോട് പറയുമ്പോൾ, അവന്റെ ഭാവിയെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ട് ആ പിതാവ് ഉപദേശിക്കുമ്പോൾ അന്ന് ആ കുട്ടിക്ക് അത് ചിലപ്പോൾ ഇഷ്ടമായി തോന്നിയെന്ന് വരില്ല. ഇതുപോലെയാണത്. പക്ഷേ ആ കുട്ടിക്ക് അത് ബോധ്യപ്പെടുന്ന ഒരു കാലഘട്ടം വരും. ഒരു യൗമുൽ ഖിയാമ ആ കുട്ടിക്കുണ്ട്. ആ കുട്ടിക്ക് വിജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട്, സംസ്കാരം കൊണ്ട് ആളുകൾക്കിടയിൽ ഇവൻ ഒറ്റപ്പെടുമ്പോൾ, ഇത് കിട്ടാതെ പോയതിന്റെ, ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിയ ആളുകളുടെ ഇടയിൽ ഇവൻ എത്തിപ്പെടുമ്പോൾ, ഇത് കിട്ടാതെ പോയതിന്റെ ദുഃഖവും സങ്കടവും അതുകൊണ്ടുണ്ടാവുന്ന പ്രയാസങ്ങളും അവൻ അനുഭവിക്കുമ്പോഴേ പിതാവ് തനിക്ക് മുമ്പ് തന്നെ പറഞ്ഞു തന്ന ആ പ്രവചനത്തെക്കുറിച്ച് ആ കുട്ടിക്ക് ബോധ്യം വരുള്ളൂ. ആ കുട്ടിയിൽ ഒരു യൗമുൽ ഖിയാമ ഉണ്ടാകണം. ആ കുട്ടിയിൽ ഈ വിജ്ഞാനത്തിന്റെ, അറിവിന്റെ ബോധോദയം എന്ന് അത് എസ്റ്റാബ്ലിഷായ ഒരു കാലഘട്ടത്തിൽ, ഒരു സമൂഹത്തിൽ അവൻ എത്തിപ്പെടുമ്പോഴേ ഈ പിതാവ് പ്രവചിച്ചു, തന്റെ കുട്ടിക്കാലത്ത് പ്രവചിച്ചു തന്നതാണ്, മോനെ നീ വിദ്യ അഭ്യസിക്കണം, സംസ്കാരം നേടണം, ജ്ഞാനം നേടണം, അറിവ് നേടണം, അതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ, അതുകൊണ്ടുള്ള ഗുണങ്ങൾ മഹത്തരമാണ്, അതുകൊണ്ട് നീ നേടണം. പക്ഷെ ഇത് നേടിയ ഒരു സമൂഹത്തിനിടയിൽ ഇത് നേടാത്ത കുട്ടി ചെല്ലുമ്പോഴേ തന്റെ പിതാവിന്റെ പ്രവചനത്തെക്കുറിച്ച്, തന്റെ പിതാവ് എത്ര ഉന്നതമായ ജ്ഞാനത്തോടുകൂടിയാണ് തനിക്കിത് പ്രവചിച്ചു തന്നിരുന്നത് എന്ന് അന്നേ ഈ കുട്ടിക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അന്ന് ഇവൻ നിഷേധിച്ചു തള്ളിയതിന്റെ ആ ഗുണഫലങ്ങൾ, ദോഷഫലങ്ങൾ അന്നേ അവൻ തിരിച്ചറിയൂ. ഇതുപോലെയാണ് എല്ലാം. ഇപ്പൊ സമ്പത്ത് ധാരാളമായി കിട്ടിയിട്ട് അത് അന്യായമായി ദൂർത്തടിച്ച് മുഴുവൻ തോന്നിയാസം കാട്ടി ചിലവഴിച്ച ആളുകളോട് അത് മുഴുവൻ അന്യായമായി ദൂർത്തടിക്കരുതെന്നും നശിപ്പിക്കരുതെന്നും, അത് സമൂഹത്തിന്റെയും നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും തന്നെ നന്മക്ക് വിനിയോഗിക്കണമെന്നും ഉപദേശിക്കുന്ന കാലഘട്ടത്തിൽ അതൊന്നും കേൾക്കാതെ ഇത് മുഴുവൻ നശിപ്പിച്ചുകൊണ്ട്, സമ്പത്ത് കൊണ്ട് ആവശ്യകത വരുമ്പോൾ ഇതില്ലാതെ പോയി സാമ്പത്തികമായി ഉയർന്ന ആളുകളുടെ ഇടയിൽ അവൻ എത്തിപ്പെടുമ്പോഴേ ഇതന്ന് പ്രവചിച്ചവന്റെ ആ പ്രവചനത്തിന്റെ മഹത്വം അവൻ അന്നേ തിരിച്ചറിയുള്ളൂ. അന്ന് ഇവൻ നടത്തിയ ഈ തെറ്റായ പ്രവണതകളൊക്കെ അവനെ തന്നെ നിഷേധിച്ചുകൊണ്ട് അത് രംഗത്ത് വീഴുന്നൊരു കാലഘട്ടം. അതുകൊണ്ടുള്ള ദൂഷ്യഫലം അയാൾ മാത്രം അനുഭവിച്ചാൽ പോരാ. പല ആളുകളും എനിക്കറിയാം അങ്ങനെ സമ്പത്ത് കിട്ടിയപ്പോഴൊക്കെ ദൂർത്തടിച്ചു, ഇഷ്ടം പോലെ ദൂർത്തടിച്ച് തോന്നിയാസം കാട്ടി. പക്ഷെ ഈ സമ്പത്ത് കൊണ്ട് അവരെ ആശ്രയിച്ച് കഴിയേണ്ട കുടുംബങ്ങളും മക്കളും അന്യാധീനപ്പെട്ടു പോയി. സമ്പത്തുള്ളവരുടെ മുമ്പിൽ ഒന്നുമല്ലാത്ത കഴിയേണ്ട ഗതികേട് ഈ പിതാവിന്റെ തെറ്റായ പ്രവണതകളും തെറ്റായ പ്രവർത്തനങ്ങളും മൂലം അയാൾ മാത്രം അനുഭവിച്ചാൽ പോരാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സഹിക്കാമായിരുന്നു. അയാളെ ആശ്രയിച്ച് കഴിയുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ ഇതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുമ്പോഴേ ഇതിനെക്കുറിച്ച് അന്ന് പറഞ്ഞു കൊടുത്തു. ഇത് നിരവധി ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് വൈൻ തദൂ നിങ്ങൾ അല്ലാഹു അല്ലാത്ത ഏത് വ്യവസ്ഥിതികളെ നിങ്ങൾ സഹായത്തിന് വിളിച്ചാലും അതൊന്നും നിങ്ങളുടെ സഹായത്തിന് എത്തുകയില്ല. ഇനി വൈൻ സമീഹു, അവര് ആ വിളിക്ക്, ആ സഹായത്തിന് നിങ്ങളെ റെസ്പോണ്ട് ചെയ്താൽ തന്നെ മസ്തജാബുലക്കും, നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സമ്പൂർണമായ പരിഹാരം അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയുമില്ല. യൗമൽ ഖിയാമത്ത്, ഈ സത്യം സ്ഥാപിതമാവുന്ന കാലഘട്ടത്തിൽ യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ഏതേത് ആശയങ്ങളെ, ദൈവികേതര ആശയങ്ങളെ സഹായത്തിന് വിളിച്ചോ അതൊക്കെ നിങ്ങൾക്ക് നിഷേധമായിട്ട് വരുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും.
വലാ യുനബ്ബിഉക, നിനക്ക് പ്രവചിച്ചു തരുന്നില്ല മിസ്ലു ഖബീർ, ഇതുപോലെ സൂക്ഷ്മജ്ഞനായ ഒരാള് നിനക്ക് പ്രവചിച്ചു തരാൻ വേറെ ആരുമില്ല. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത് മരിച്ചുപോയ ഷെയ്ഖ് വിളിച്ച് പ്രാർത്ഥിച്ചാൽ കേൾക്കണതുമല്ല, അവർ ഉത്തരം തരുമോ തരൂലേ എന്നുള്ളതുമല്ല, ദുആയല്ല. അപ്പൊ ഖുർആനിലെ പദങ്ങൾ ഖുർആനാണ് വ്യാഖ്യാനിക്കേണ്ടത്, നമ്മളല്ല. ദുആ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു പ്രാർത്ഥന എന്ന് വിടും, ഒരു സ്ഥലത്ത് ഒരു കോൾ വിളിക്കാന്ന് വെക്കും. നിരവധി സ്ഥലത്ത് വിളി എന്നാണ് ഒരർത്ഥം. നിരവധി സ്ഥലത്ത് അള്ളാനെ മാത്രം പറയുമ്പോൾ അത് പ്രാർത്ഥനയാക്കുക. നിരവധി ഇന്നി ദഅവ്തു ഖൗമി ലൈലം വനഹാറ, ഞാൻ രാത്രിയും പകലും എന്റെ ജനതയോട് പ്രാർത്ഥിച്ചു എന്നല്ല, വിളിച്ചു എന്ന് വെക്കുക. അവര് 80% സ്ഥലങ്ങളിലും ദുആ കോളാണ്, വിളി. പക്ഷേ ഇവർക്ക് തോന്നിയ സ്ഥലത്ത് ഇവർ ദ്വാർക്കലെന്നാകും, കൈ മലർത്തി പ്രാർത്ഥിക്കലെന്നാകും. അത് എല്ലാ പദങ്ങൾക്കും ഉണ്ട്. ഇവർക്ക് തോന്നിയ സ്ഥലത്ത് ഇവർക്ക് തോന്നിയ അർത്ഥം. അത് നമ്മളെ മുമ്പ് പറഞ്ഞല്ലോ, സുജൂദിന് 95% സ്ഥലങ്ങളിലും അനുസരണവും വിധേയത്വവും എന്ന അർത്ഥം കൊടുക്കും. പിന്നെയോ നിസ്കാരവും അള്ളാഹുവിന്റെ സുജൂദും വരുമ്പോൾ മാത്രം സാഷ്ടാംഗം എന്നും അർത്ഥം വെക്കും. അതാണ് തോന്നിയ സ്ഥലങ്ങളിൽ തോന്നിയ രൂപത്തിലാണ് ഖുർആൻ അർത്ഥം വെക്കുന്നത്. അതിപ്പോ ഈ ഇപ്പൊ അടുത്തുണ്ടായി, ആരെന്നോട് ചോദിച്ചു, മർജാനെ കുറിച്ച് ചോദിച്ചു. മർജ എന്ന് പറയുന്ന മർജാന്റെ പോലെ ഒരു സ്ഥലത്ത് മുത്തും പവിഴന്ന് വെക്കും. മർജാൻ എന്ന് പറഞ്ഞ മുത്ത്, കടലിൽ നിന്നുള്ള മുത്ത് എന്ന് അവരെഴുതിയത്. ഒരു സ്ഥലത്ത് മറജ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഈ മർജാനും മാരിജും മരീജും ഒക്കെ ഉണ്ടാകുന്നത്. മരീജ് വന്നു, മറജ എന്ന് പറയുന്ന ക്രിയയിൽ നിന്ന് ഫഈൽ രൂപത്തിൽ വന്ന മരീജ് എന്ന് പറയും. അലിമയിൽ നിന്ന് അലീം എന്ന് പറയും പോലെ, ബസറയിൽ നിന്ന് ബസീർ എന്ന് പറയുന്നത് പോലെ, ഖദുറ എന്നുള്ളതിൽ നിന്ന് ഖദീർ എന്ന് പറയുന്നത് പോലെ, അതിൽ തന്നെയാണ് ഫാഇൽ രൂപത്തിൽ മാരിജ് വരുന്നത്. ആ ഫെയിലിൽ തന്നെയാണ് ഫഅലാൻ രൂപത്തിൽ മർജാൻ വരുന്നത്. വളിബിന്ന് വലബാൻ എന്ന് പറയും പോലെ, റഹിമയിൽ നിന്ന് റഹ്മാൻ എന്ന് പറയുന്നത് പോലെ, ശതനയിൽ നിന്ന് ഷൈത്താൻ എന്ന് പറയുന്നത് പോലെ, അതിന്റെ ഫ്ലോ ആണ്, അതിന്റെ ഒഴുക്കാണ്. മറജ എന്ന് പറയുന്ന അപ്സെറ്റായ, കൺഫ്യൂഷനായ, ആകെ സംഘർഷഭരിതമാകുന്നതിന്റെ ഒഴുക്ക് നടക്കുകയാണ്. അതിന്റെ ഫ്ലോ. റഹിമാൻ എന്ന് പറഞ്ഞ കരുണ കാണിച്ചു, റഹ്മാൻ എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ ഫ്ലോ, ഒഴുക്ക് ഒരാളിൽ നിന്നുണ്ടാകുമ്പോഴാണ് റഹ്മാൻ എന്ന് പറയാം. ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും വിശദീകരിച്ചു എന്നാണ്. ശതന എന്ന് പറഞ്ഞാൽ ധിക്കരിച്ചു എന്നാണ്. ഒരാളിൽ നിന്ന്, ഒരു മനുഷ്യനിൽ നിന്ന് ധിക്കാരത്തിന്റെ ഫ്ലോ, ദൈവിക കൽപ്പനകളോട് അഹങ്കാരവും ധിക്കാരവും എപ്പോൾ അതിന്റെ ഒഴുക്ക് ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്നുവോ അവനാണ് ശൈത്താൻ. അതാണ് ശൈത്താൻ. മനസ്സിലായില്ലേ? എന്നപോലെ വളിബ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു എന്നാണ്. കോപവും ദേഷ്യവും ഒരാളിൽ നിന്ന് എപ്പോ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഒരു വ്യക്തിയിൽ വരുന്നുവോ അവനാണ് വളബാൻ. എന്നപോലെ കൺഫ്യൂഷൻ, ഒരു അപ്സെറ്റായ ആശയക്കുഴപ്പവും സംഘർഷവും ഒരു സമൂഹത്തിൽ ഒഴുക്കുണ്ടാവുമ്പോൾ അതാണ് മർജാൻ. പക്ഷേ ഇവരതിനെ മുത്ത് നാക്കി. അപ്പൊ ഖുർആൻ ആര് വ്യാഖ്യാനിക്കണം? ഖുർആൻ ആരാ വിശദീകരിക്കേണ്ടത്? ഖുർആനാ വിശദീകരിക്കേണ്ടത്. എന്റെ സ്വന്തം വകയല്ല വിശദീകരിക്കേണ്ടത്. അത് ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും പറഞ്ഞു തന്നതാണ്. ഹബിലിന് നിങ്ങൾ ഡിക്ഷണറിയിൽ കയറുന്ന അർത്ഥം ഉണ്ടാവും, പക്ഷെ ഖുർആനിൽ ഹബിൽ എന്തിനാ ഉപയോഗിച്ചത്? ഖുർആനിൽ ഹബിൽ എന്തിനാ ഉപയോഗിച്ചത്? അസ എന്ന് പറഞ്ഞ വടിന്ന് അർത്ഥം ഉണ്ടാവും, പക്ഷെ ഖുർആനിൽ ആ പദം എന്തിനാണ് ഉപയോഗിച്ചത്? ഇതാ നമ്മൾ പരിശോധിക്കേണ്ടത്. നിങ്ങൾ ഡിക്ഷണറി നോക്കിയിട്ട് ഖുർആൻ അർത്ഥം പറഞ്ഞാൽ ശരിയാവില്ല. ഖുർആൻ ആ പദത്തിന്, ഖുർആനിൽ ആ പദം എന്തിനാണ് ഉപയോഗിച്ചത്? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ഖുർആനിലെ ഹബിൽ, അതിന് നിരവധി തവണ നിങ്ങൾക്ക് വിശദീകരിച്ച് ചില പദങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ഇപ്പൊ യസ്തഹി എന്ന് പറഞ്ഞാൽ ലജ്ജിക്കുകയില്ല എന്ന് അവർ എഴുതിക്കണത്. ഇന്നല്ലാഹ ലാ യസ്തഹി, അള്ളാഹുവിന് നാണമില്ല. ഖുർആനിൽ ഇസ്തഹിയ യസ്തഹി എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുക, ജീവിക്കാൻ വിടുക, ജീവിപ്പിക്കുക എന്നർത്ഥം. അതാണ് ഹയാത്ത് കൊടുക്കുക. അത് ഖുർആൻ എന്തിനാണ് ഉപയോഗിച്ചത്? ഇസ്തഹിയ എന്ന് പറഞ്ഞാൽ യസ്തഹിയുന നിസാഹക്കും എന്ന് പറഞ്ഞല്ലോ. യുദബ്യഹുന അബ്നാഹുക്കും യസ്തഹിയുന നിസാഹക്കും. അതിന്റെ ഏകവചനാണ് യസ്തഹി എന്നുള്ളത്. ഇവരെന്താ ഇരിക്കുന്നത്? അള്ളാഹുവിന് ഒരു നാണോമാനോ ഇല്ല. എന്തിന്? ഒരു കൊതുകിനെ ഉപമിക്കാനോ അതിനേക്കാളും വലിയ കാര്യം ഉപമിക്കാനോ അള്ളാഹ്ക്ക് ഒരു നാണോമാനൊന്നുമില്ല. ഒരു കൊതുകിനെയോ അതിനേക്കാളും വലിയ കാര്യം കൊണ്ടോ നെല്ലിയനാണ് ഇവരങ്ങനെ.
ശരിക്കെന്താണ് അവിടെ പറയുന്നത്? നിസ്സാരമായ കാര്യങ്ങളെ കൊണ്ട്, നിസ്സാരമായ വസ്തുക്കളെ കൊണ്ടോ കാര്യങ്ങളെ കൊണ്ടോ ഉപമകൾ അലങ്കരിക്കുന്നതിലൂടെയോ വിവരിക്കുന്നതിലൂടെയോ ഒരു സമൂഹത്തിനും അള്ളാഹു ജീവൻ കൊടുക്കുകയില്ല. ഉന്നതമായ കാര്യങ്ങൾ പറയേണ്ട സ്ഥാനത്ത് പൊട്ടത്തരങ്ങളും ഐതിഹ്യങ്ങളും കെട്ടുകഥകളും പറയില്ല അള്ളാഹു എന്നാണ് പറയുന്നത്. നിസ്സാരമായ കാര്യങ്ങൾ പറയില്ല. ഒരു രാജ്യത്ത്, ഒരു ജനസമൂഹത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും മാനവരാശിയുടെ നിലനിൽപ്പിനും ആവശ്യമായ കാര്യങ്ങൾ പറയേണ്ട സ്ഥാനത്ത്, ഉന്നതമായ കാര്യങ്ങൾ പറയേണ്ട സ്ഥാനത്ത്, ഉന്നതമായ ഉപമാലങ്കാരങ്ങളിലൂടെ കാര്യങ്ങൾ വ്യക്തമാകേണ്ട സ്ഥാനത്ത് ലളിതവും സുതാര്യവും സ്പഷ്ടവുമായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ട, ഉന്നതമായ സംഗതികൾ വിശദീകരിച്ചു കൊടുക്കേണ്ട സ്ഥാനത്ത് വളരെ നിസ്സാരമായ കാര്യങ്ങൾ പറയുക എന്നുള്ളത് അള്ളാഹുവിന്റെ ദൈവിക വ്യവസ്ഥിതിയുടെ പതിവല്ല. എന്നാൽ ഫമാ ഫൗഖഹ, അതിനേക്കാൾ ഉന്നതമായ കാര്യങ്ങളെ കൊണ്ടാണ് അള്ളാഹു ഒരു ജനസമൂഹത്തിന്, ഒരു സമൂഹത്തിന് ജീവൻ കൊടുക്കുകയുള്ളൂ. അങ്ങനെ അള്ളാഹു കാര്യങ്ങൾ പറയുകയുള്ളൂ. ദൈവിക വ്യവസ്ഥിതി അതാണ്. ഇവരെന്താണോ നിസ്സാരമായ കാര്യങ്ങളൊക്കെ അള്ളാഹു പറയുന്നത്. നിസ്സാരമായ കാര്യങ്ങളിലൂടെ അല്ല, ഉന്നതമായ ഉപമാലങ്കാരങ്ങളിലൂടെയും ഉന്നതമായ വിവരണങ്ങളിലൂടെയും ഉന്നതമായ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടും വളരെ സ്പഷ്ടവും സരളവും ലളിതവുമായിട്ടേ കാര്യങ്ങൾ അള്ളാഹു പറയുള്ളൂ. അങ്ങനെ കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ അള്ളാഹുവിന്. അത് കാരണം ഇത് നിസ്സാര കാര്യങ്ങളല്ല പറയുന്നത്. ആദ്യം നബി മുതൽ അവസാനം വരെയുള്ള മനുഷ്യരുടെ ജീവൻ നിലനിർത്തുകയും അവരുടെ അസ്തിത്വത്തിന്റെ നിലനിൽപ്പിനും ആവശ്യമായ, മാനവരാശിയുടെ നിലനിൽപ്പിന് ആവശ്യമായ ഉന്നതമായ കാര്യങ്ങൾ പറയേണ്ട സ്ഥാനത്ത് നിസ്സാരമായ ഉപമകളോ നിസ്സാരമായ കാര്യങ്ങളോ ഐതിഹ്യങ്ങളോ കെട്ടുകഥകളോ ഊഹങ്ങളോ ഒന്നും അള്ളാഹു പറയുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. പക്ഷേ ദൈവത്തിന്റെ ദൈവിക വ്യവസ്ഥിതിയെ നിഷേധിക്കുന്ന ആളുകൾ പിന്നെ അതിന് ന്യായം പറയാം. എന്താ അള്ളാഹു ഇത്തരം ഉപമകൾ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് എന്നായിരിക്കും അവര് പറയുക. എന്നാൽ അള്ളാഹു അതുകൊണ്ട് വഴികേടിലാക്കുന്നില്ല. ഇല്ലൽ ഫാസിഖീൻ, സത്യത്തിൽ നിന്ന് തെറ്റിയ ആളുകളെ അല്ലാതെ. അതാണ് ഉന്നതമായ കാര്യങ്ങളെ പറയുള്ളൂ അള്ളാഹു, നിസ്സാരമായ കാര്യങ്ങളിലൂടെ. അത് ദൈവത്തിന്റെ ശൈലിയാകാനും പാടില്ല. ഈ നാട്ടുകാർ പറയും പോലെ, അത് നമ്മൾ കഴിഞ്ഞ മാസത്തിൽ എഴുതുന്നുണ്ട്, നാട്ടുകാർ പറയും പോലെ അള്ളാഹ്ക്ക് പറയാൻ പറ്റില്ല ഈ നിസ്സാരമായ കാര്യങ്ങൾ. അള്ളബല് പറയുന്നുണ്ടല്ലേ, ഇങ്ങനെ എത്തിയോക്കാണ് ചൂതന്മാരെ എങ്ങനെയാണ് സ്ത്രീകളെടുത്ത് പോണത് എന്ന് എത്തിയോക്ക അങ്ങോട്ട് ഒരായത്തിറക്കും. അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ പിന്നെ കാര്യമായിട്ട് ആയത്തൊന്നും ഉണ്ടാവില്ല. ആയിഷ ബീവി എന്താ അടുക്കളയിൽ വെച്ചിക്കണെന്ന് എത്തിയോക്ക അങ്ങോട്ട് ഓലിക്കൊരു പച്ചക്കറിയുടെ മെനു ഇറക്കി കൊടുക്കുക, ആയത്ത് ഇന്നതൊക്കെ തിന്നോളും. അബൂലഹബും ഭാര്യ ഇല്ലെങ്കിൽ സൂറത്ത് ലഹബില്ല എന്ന് പറഞ്ഞാൽ, മായിസ് ഇല്ലെങ്കിൽ സൂറത്തുൽ ഖിയാമല്ല, ആയിഷ ഇല്ലെങ്കിൽ സൂറത്ത് നൂറില്ല, അഹ്സാബ് സൈദും പെണ്ണുങ്ങളും ഇല്ലെങ്കിൽ സൂറത്തുൽ അഹ്സാബില്ല. അങ്ങനെയാണ് ഖുർആനിൽ ഇല്ലാതാക്കിയ ഭാഗ്യത്തിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഓരോരുത്തർക്ക് അനുസരിച്ച് അല്ലെങ്ങനെ എത്തി വെക്കുക. മൈമൂനപ്പം എന്താ പറയണത്, അപ്പൊ ഒരായത്ത്. ഖദീജ ഹഫ്സാനോട് എന്താ സ്വകാര്യം പറഞ്ഞു, അപ്പൊ ഒരായത്ത്. എന്നിട്ട് എന്തായത്താ ഇറക്കണത് നിങ്ങൾക്ക് അറിയോ? നിങ്ങളോട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അനക്ക് വേറെ പെണ്ണെട്ടിച്ചേരാന്ന്. ആയിഷാനേക്കാളും ഹഫ്സാനേക്കാളും മൈമൂനേക്കാളിലൊക്കെ നല്ല ചോർക്കുള്ള പെണ്ണുങ്ങളെ എനിക്ക് വേറെ കെട്ടിച്ചേരാന്ന് ഇതാ പറയുന്നത്. എന്നിട്ട് ആയിഷ ഹഫ്സാനോട് എന്താ സ്വകാര്യം പറഞ്ഞു, ഹഫ്സ മൈമൂനാനോട് എന്താ സ്വകാര്യം പറഞ്ഞതെന്ന് അല്ലങ്ങനെ അടുക്കളയിലേക്ക് എത്തിയോ അറേബ്യയില്. അന്ന് മായൻ സംസ്കാരം പോലെ ഉന്നതമായ സംസ്കാരങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്, ഉന്നതമായ രാഷ്ട്രങ്ങൾ അന്നുണ്ട്. അവിടുത്തെ ഉന്നതമായ കാര്യങ്ങളൊന്നും അല്ലാതെ ചർച്ചല്ല. ഈ മക്കയും മദീനയും അവിടെ ചുറ്റിപ്പറ്റി കുറച്ച് ആൾക്കാരും അവരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും മാത്രമേ അല്ലാതെ സംസാരമുള്ളൂ. അവരെ എങ്ങനെയാണ് പെണ്ണുങ്ങളെടുത്ത് പോകുന്നത്, എങ്ങനെയാണ് പെണ്ണുങ്ങളെടുത്ത് ഇറങ്ങിപ്പോരുന്നത്, ഈ എന്ത് തോന്നിയാസം എഴുതിയത്. ഇതിങ്ങോട്ട് ഈ കിതാബ് കൊണ്ട് ലോകത്തിന്റെ ഗതി മാറ്റാൻ പോവുകയാണ്. ലോകത്തിന്റെ ഗതി മാറ്റാൻ ഈ കിതാബ് കൊണ്ട് പോകലും നല്ലത് വേറെ വല്ല കെട്ടുകഥയും കൊണ്ട് പോവുക നല്ലത്. അതാണ് ഉന്നതമായ മൂല്യങ്ങളെ, ഉന്നതമായ ആശയങ്ങളെ, ഉന്നതമായ അതാണ് ഫൗക്ക എന്ന് പറഞ്ഞാൽ പൊക്കത്തിലുള്ളത്. മലയാളത്തിൽ പൊക്കത്തിൽ നമ്മൾ പറയില്ല, അത് ഫൗക്കി എന്നുണ്ടായതാണ് പൊക്കം. ഉന്നതമായ പൊക്കത്തിലുള്ള കാര്യങ്ങളെ ഖുർആൻ ചർച്ച ചെയ്യുള്ളൂ. നിസ്സാരമായ തഹത്താന്ന് പറഞ്ഞാൽ താഴത്ത് എന്നാണ്, താഴത്ത് നിസ്സാരമായ താഴെയുള്ള കാര്യങ്ങളൊന്നും അള്ളാന്റെ സംസാര വിഷയമല്ല. ഉന്നതമായ ഉപമാലങ്കാരങ്ങൾ, ഉന്നതമായ വിവരണങ്ങൾ, ഇതാണ്. എന്നോട് ചോദിച്ചു ദൈവം അള്ളാഹ്ക്ക് രഹസ്യവും പരസ്യവും അറിയണം എങ്ങനെയാന്ന് വെച്ചാൽ, അള്ളാഹ്ക്ക് രഹസ്യവും പരസ്യവും തന്നെ ഇല്ലാത്തത്.
രഹസ്യവും പരസ്യവും ഇങ്ങക്ക് ഞമ്മക്കുള്ള രഹസ്യവും പരസ്യവും ദൈവത്തിന്റെ. അതാണ് നിങ്ങൾക്ക് ഖുർആന്റെ മൂല്യം മനസ്സിലായിട്ടില്ല മക്കളെ. എന്താ ഖുർആൻ? അള്ളാഹു രഹസ്യവും പരസ്യവും രഹസ്യം അള്ളാഹ് ഇല്ലേ? ദൈവിക വ്യവസ്ഥിതിയുടെ പുറത്തു പോണത് ഏതാ നിങ്ങളൊന്ന് പറഞ്ഞാണ്. ഈ വലത്തെ കൈ കൊടുക്കണ ചിലപ്പോൾ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞു എന്നൊക്കെ വരും. പക്ഷെ ദൈവിക വ്യവസ്ഥിതിയിൽ ഈ വലത് കൈയിന്റെ പ്രവർത്തനം പുറത്തു പോകില്ല. നിങ്ങളുടെ ഈ ഭാഗം എനിക്ക് കാണുള്ളൂ, അപ്പുറം എനിക്ക് കാണുന്നില്ല. പക്ഷെ ദൈവിക വ്യവസ്ഥിതിക്ക് അങ്ങനെയൊന്നില്ല. എന്താ നിങ്ങൾ പറയണത്? അതാണ് രഹസ്യവും പരസ്യവും ദൈവിക വ്യവസ്ഥിതിക്ക് അറിവില്ല. അറിവിന്റെ പരിധിയിലാണത്. അതിന്റെ പുറത്തൊക്കെ പോണത് ഏതാ? അതിന്റെ പുറത്തൊക്കെ പോണ ഒരു വിഷയമല്ല. നിസ്സാരമായ നമ്മുടെ നിസ്സാരമായ ചലനങ്ങൾ വരെ, നിസ്സാരമായ നോട്ടങ്ങൾ വരെ ദൈവിക വ്യവസ്ഥിതിക്കുള്ളിലാണ്. അതിന്റെ പുറത്തൊക്കെ പോകുന്ന ഒന്നില്ലേ ഇല്ല. അതാ പറയണത് എല്ലാം എനിക്കറിയാം എന്ന് പറയുന്നത്. അതാണ് ദൈവം എന്ന് പറയുമ്പോൾ. നിങ്ങൾ ദൈവം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞു, ദൈവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെന്നെ പറയേണ്ടി വരും. അത് വേറൊരു വിഷയമാണ്. അത് കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ് കോഴിക്കോട് തിരൂര് പറഞ്ഞപ്പോൾ ആളുകൾക്ക് അള്ള എന്താണെന്നൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണമെന്നോ. വെള്ളത്തിനൊപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റും, അത് അനുഭവിക്കാൻ പറ്റും. ഇന്ന് അതുപോലെ തന്നെ അള്ളാനെ ഒന്ന് കണ്ടിട്ടൊന്ന് അനുഭവിക്കാൻ എന്താ മൂപ്പര് പറഞ്ഞു തരാത്തെന്ന്. ഞാൻ പറഞ്ഞു അത് അനുഭവിക്കാൻ പറ്റും, അത് കാണാൻ കഴിയില്ല. ഓരോ വസ്തുക്കളും അളക്കാൻ ഓരോ മാനദണ്ഡല്ലേ. അള്ളാഹ് ഒരു പദാർത്ഥമല്ല. ഒരു പദാർത്ഥം എന്ന് പറയുമ്പോൾ തന്നെ അതിന് അതിരുകൾ വേണം, വ്യാസം വേണം, വ്യാപ്തി വേണം. അത് കുറച്ച് ഫിലോസഫി ആവുന്നത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അതാണ് അള്ളാഹു എന്ന് പറയുന്നത്. അത് കുറച്ച് ഫിലോസഫിയിലേക്ക് പോകുക കാര്യം. ഒരു പദാർത്ഥം എന്ന് പറയുമ്പോൾ അതിന് ഇരിക്കാനൊരു പരിധികളുണ്ട്. ഒരു കുപ്പി ഗ്ലാസ്സിന് അതിന് പരിധികളുണ്ട്. അതിന് എത്ര വ്യാസം ഉണ്ട്, അതിന് ഇരിക്കാനൊരു പ്ലേസ് വേണം. അതിന് പല ഗുണങ്ങൾ കൊണ്ട് അത് നിർണയിക്കപ്പെടണം. പക്ഷെ ഒരു വസ്തുതയാവുമ്പോൾ വസ്തുവാകുമ്പോൾ അതിനിതൊക്കെ വസ്തുതയിലേക്ക് പോയാൽ അത് അനിയന്ത്രിതമാണ്. അതിന് വ്യാസമില്ല, വ്യാപ്തിയില്ല. ഏതുപോലെ സത്യത്തിന് എന്താ സത്യം എന്ന് പറഞ്ഞാൽ അതൊരു വസ്തുതയാണ്. ഈ സത്യം എന്ന് പറയുന്നതിന് നിലനിൽക്കാൻ ഒരു പ്ലേസ് വേണ്ട. അതൊരു വസ്തുവല്ല, അതൊരു പദാർത്ഥമല്ല. അതിന് വ്യാസം വേണ്ട, വ്യാപ്തിയില്ല. അപ്പൊ അതാണ് ഓരോന്നും മനസ്സിലാക്കാൻ ഓരോ മാനദണ്ഡാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വസ്തുവിന്റെ ഭാരം അളക്കുന്ന സംഗതി കൊണ്ടല്ല അതിന്റെ ദൂരം അളക്കുക. ആ വസ്തുവിന്റെ തന്നെ ദൂരം അളക്കാനുള്ള മാനദണ്ഡം അതിന്റെ ഭാരം അളക്കാൻ ഉപയോഗിച്ച മാനദണ്ഡം കൊണ്ടാവൂല. ഒരു വസ്തുവിന്റെ, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം, ഒരു വസ്തുവിന്റെ ഊഷ്മാവ് അളക്കാൻ ഈ ഭാരം അളക്കണോണ്ടും ദൂരം അളക്കണോണ്ടും ആ മാനദണ്ഡം പറ്റൂല. പറഞ്ഞാൽ മനസ്സിലായോ? ഒരേ വസ്തുവിന്റെ തന്നെ ദൂരം അളക്കാനും പിന്നെ ഭാരം അളക്കാനും ഒരേ സ്കെയിലല്ല. ഈ സ്കെയിൽ കൊണ്ടല്ല അതിന്റെ ഊഷ്മാവ് അളക്കാൻ. ഒരു വസ്തുവിന്റെ ഊഷ്മാവ് അളക്കുന്ന സ്കെയിലല്ല മറ്റൊരു വസ്തുവിന്റെ ഊഷ്മാവ് അളക്കാൻ. ഇപ്പൊ ഭൂമിയുടെ പിന്നെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ കൊണ്ട് ആകാശത്തിന്റെ ദൂരം അളക്കാൻ കഴിയില്ല. ഇങ്ങനെ വ്യത്യസ്തമായ ഇതാണ്. നിങ്ങൾ ഈ ദൈവം അള്ളാഹുവിനെ ഒന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു ആളുടെ പ്രസംഗം നന്നായിരുന്നു എന്ന് എങ്ങനെയാ നമ്മൾ പറയാം? അയാളുടെ നല്ല പ്രസംഗമായിരുന്നു. അത് ഈ ദൂരം അളക്കുന്ന സ്കെയിലും പറ്റൂല, ഭാരം അളക്കുന്ന സ്കെയിലും പറ്റൂല, ഊഷ്മാവ് അളക്കുന്ന സ്കെയിലും പറ്റൂല. അയാളുടെ പ്രസംഗം നല്ലതായിരുന്നു എന്ന് പറയാം. ഒരു ചിത്രം നല്ലതായിരുന്നു എന്ന് പറയാൻ, ഈ പ്രസംഗം നല്ലതാണ് എന്ന് പറയാൻ ഉപയോഗിച്ച ആ സ്കെയില് പറ്റൂല. ഒരു മ്യൂസിക് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്കെയിലൊന്നും അതിന് പറ്റൂല. എന്നതുപോലെ തന്നെ ദൈവത്തെ മനസ്സിലാക്കാൻ ഈ സ്കെയിലൊന്നും അല്ല. ഈ സ്കെയില് കൊണ്ടൊന്നും ദൈവത്തെ ഞങ്ങൾക്ക് അളന്ന് കാണിച്ച് ഇതാ ഒരു ദൈവം എന്ന് പറഞ്ഞ് കാണിച്ചു തരാൻ കഴിയില്ല. അത് ഉന്നതമായ ജ്ഞാനത്തിന്റെ, ഉന്നതമായ അറിവിന്റെ തലത്തിലെത്തുമ്പോൾ അവന് ബോധ്യപ്പെടേണ്ട സംഗതിയാണ്. അതിന് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഉന്നതമായ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും തലത്തിലെത്തുമ്പോൾ ഒരു മനുഷ്യന് ബോധ്യപ്പെടേണ്ടതാണ് ദൈവം എന്ന് പറയുന്നത്. അത് ഈ സ്കെയിൽ കൊണ്ടൊന്നും അളന്ന് തിട്ടപ്പെടുത്തി കാണിച്ചു തരാനോ മനസ്സിലാക്കി തരാനോ പറ്റൂല. ഇപ്പൊ പ്രവാചകന് തന്നെ അങ്ങനെയാണ് ദൈവത്തെ മനസ്സിലായത്.
ഖുർആൻ പറഞ്ഞു വലക്കത് റആഹു ഫിൽ ഉഫ്ഖിൽ അഅല, അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ഉന്നതമായ ചക്രവാളത്തിൽ വെച്ചാണ് അള്ളാഹുവിനെ അദ്ദേഹം കണ്ടെത്തിയത്, ദൈവത്തെ കണ്ടെത്തിയത്. ഇവരത് ചക്രവാളത്തിലാക്കി. ചക്രവാളത്തിൽ ഇങ്ങനെ ഇരിക്കണ കണ്ടു അള്ളാഹാക്കി. ചക്രവാളത്തിൽ എത്തിയത് നബിയാണ്. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉന്നതമായ തലത്തിൽ എത്തിയപ്പോഴാണ് ദൈവത്തെ ബോധ്യപ്പെട്ടു. അത് പെട്ടെന്ന് നമുക്ക് അത് ചില ആളുകൾ ദൈവത്തിനെ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തിനാ ദൈവത്തെ നിഷേധിക്കണമെന്ന് അറിയില്ല. അത് ഈ മതങ്ങൾ സൃഷ്ടിച്ച ദൈവങ്ങളെയാണ് നിഷേധിക്കുന്നത്. മതങ്ങൾ സൃഷ്ടിച്ച ഒരു ദൈവം ഓരോരുത്തർ കസേരട്ട് ഇരുന്നിട്ട് ലോകത്തിന് വേണ്ട ഉപദ്രവങ്ങളും ഉപകാരങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ദൈവത്തെ നിഷേധിക്കല്ലാതെ നിവൃത്തിയില്ല. മൂപ്പര് ഒരു പ്രതികരണവും ഇല്ല. അക്രമം കൊണ്ട് വിളയാടുമ്പോഴും ദൈവം പ്രതികരിക്കുന്നില്ല. സുനാമി പോലെയുള്ള ദുരന്തങ്ങൾ ദൈവം വരുത്തിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഹൃദയമുള്ള മനുഷ്യ മസ്തിഷ്കമുള്ള ആളുകൾക്കൊക്കെ ഈ ദൈവത്തെ തള്ളി പറയാതിരിക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് നീതി വേണോ, ധർമ്മം വേണോ, സത്യം വേണോ, ഇതിൻ്റെയൊക്കെ ആവശ്യകത ബോധ്യപ്പെടുമ്പോഴേ ദൈവത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുള്ളൂ. അതിപ്പോ നമ്മൾ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഈ ദൈവത്തിൽ എനിക്കൊക്കെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ തോന്നിയതാണ്. എന്തിനാ ഈ അള്ളാഹു? അത് ഏതുപോലെയെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കാണ് ഒരാൾ കടന്നു വന്നാൽ അപ്പൊ ഒന്നും കാണൂല. അത് നോക്കിക്കണം. ഭയങ്കര ഇരുട്ടിൽ നിന്ന്, ഈ മതങ്ങൾ സൃഷ്ടിച്ച മുഴുവൻ ഇരുട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്നാൽ ഒന്നും കാണാത്ത അവസ്ഥ പോലെ ഉണ്ടാവും. അവർക്ക് ദൈവത്തെ നിഷേധിക്കുകയാണ്. ഏതുപോലെ ഒരു ഭയങ്കര ഇരുട്ട്, ഭയങ്കര കൂരാക്കൂരിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഭയങ്കര പ്രകാശത്തിലേക്കാണ് വന്നാൽ ആകെ കണ്ണൊക്കെ അങ്ങോട്ട് ഒന്നും തുറക്കാൻ തന്നെ പറ്റൂല, ചുറ്റുപാടില്ല, ഒന്നും കാണാത്തൊരവസ്ഥ ഉണ്ടാവും. നമുക്കൊക്കെ ഉണ്ടാവും. എന്നതുപോലത്തെയാണ് മതങ്ങൾ സൃഷ്ടിച്ച അന്ധവിശ്വാസങ്ങളുടെയും ഇരുട്ടുകളുടെയും ആ പുകമറക്കുള്ളിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് വരുമ്പോ എന്തു പടച്ചവൻ, എന്ത് ദൈവം, എന്തിനാ ഈ ദൈവത്തിന്റെ ആവശ്യകത എന്നൊക്കെ ഒരു നിഷേധമാണ് ആദ്യം വരിക. പിന്നെ കുറച്ചേരൊക്കെ കണ്ണൊക്കെ നേരെ റെഡിയായി ആ പ്രകാശത്തോടൊക്കെ ഒന്ന് താതാത്മ്യപ്പെട്ട് ഇതൊക്കെ ഒന്ന് ബോധ്യപ്പെട്ട് ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെടുമ്പോഴേ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ അവന് ദർശിക്കാനും കാണാനും മനസ്സിലാക്കാനും കഴിയുള്ളൂ. അപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് കുറച്ചും തെറ്റിപ്പോയി. അത് വിശദമായൊരു വലിയൊരു കാര്യമാണ്. അത് നിങ്ങൾ നമ്മുടെ മാസികയിൽ നിന്നോ ഏതിലെന്തെങ്കിലും വായിച്ചാൽ മതി. അത് വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. ഒരു നീണ്ട ഒരു കാര്യം ഈ ദൈവത്തിന്റെ ബോധ്യപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ച് നീണ്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനെ ദൈവത്തെ നിഷേധിക്കാനേ കഴിയില്ല. ആ സത്യത്തെ നിഷേധിക്കാൻ കഴിയുമോ? ധർമ്മത്തെ നിഷേധിക്കാൻ കഴിയുമോ? വേണമെങ്കിൽ മതി, അത് അള്ളാഹു പത്തര തന്നെയുള്ളൂ. വേണമെങ്കിൽ എടുത്തോളി, അല്ലെങ്കിൽ ചത്തോളിങ്ങള്. അത് ഞാൻ പറഞ്ഞല്ലോ, വണ്ടിയുടെ മുന്നിലേക്ക് ചാടണ്ടാന്നേ അള്ളാഹ് പറയാൻ പറ്റുള്ളൂ. ചാടുകയാണെങ്കിൽ ചാടിക്കൊള്ളിയടോ, എനിക്കെന്താ. ഇതിന്റെ ആവശ്യകത ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. അതാണ് ദീനിന്റെ ആവശ്യകത ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ ആവശ്യകത ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ദൈവവിശ്വാസികളല്ല ആർക്കും ദൈവത്തിൽ വിശ്വാസമല്ല. ഉണ്ട് എന്ന് വെറുതെ പറയാം. ദൈവത്തിൽ വിശ്വാസമല്ല. പിന്നെ ഈ സാമൂഹികമായ സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നത്. സാമൂഹികമായ ഒരു ഒറ്റപ്പെടാതിരിക്കാൻ, സമൂഹത്തിൽ എന്തെങ്കിലും കൊടുക്കുന്ന ആളാന്ന് വരുത്തി തീർക്കാൻ. ഇത് തന്റെ തന്നെ ഗുണത്തിനും തന്റെ തന്നെ സമൂഹത്തിന്റെ ഗുണത്തിനും ഇത് അത്യന്താപേക്ഷിതമാണ് എന്ന ഈ ബോധ്യപ്പെടൽ സമൂഹത്തിന് ഉണ്ടായിട്ടില്ല. ഉണ്ടായ അവൻ തന്നെ അധ്വാനിക്കുമല്ലോ. ആരുടെ നിർബന്ധവും വേണ്ട. ഞാൻ പറഞ്ഞു, ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു മത്സരാർത്ഥി കോടികൾ എന്തുകൊണ്ടാണ് ചെലവഴിക്കുന്നത്? അതിന്റെ ജയിച്ചാലുള്ള ഗുണം അവന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ മത്സരത്തിൽ ജയിച്ച് സ്ഥാനത്തെത്തിയാൽ അതുകൊണ്ടുണ്ടാകേണ്ട ബെനിഫിറ്റുകൾ ഇവന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് കോടികൾ അവൻ ചെലവഴിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു മതവിശ്വാസി ചെലവഴിക്കാത്തത്? അവന് ഇതിന്റെ ബെനിഫിറ്റ് ബോധ്യപ്പെട്ടിട്ടില്ല. ഇതുകൊണ്ടുണ്ടാകണ്ട ഞാൻ എന്തിനാ വണ്ടിയുടെ മുന്നിലേക്ക് ചാടാതിരിക്കണ എന്നതിന്റെ ബോധ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ നീതിയിൽ ജീവിക്കേണ്ട ആവശ്യകത എന്തുകൊണ്ടെന്ന് ഇവന് ബോധ്യപ്പെട്ടിട്ടില്ല. ധർമ്മത്തിലും നീതിയിലും ന്യായത്തിലും സത്യത്തിലും
സമാധാനവും സുരക്ഷിതത്വവും ലോകത്തിന് കൊടുക്കുന്ന ഒരു ജീവിത വ്യവസ്ഥിതി ഇവിടെ നടപ്പിലാക്കിയാൽ അതുകൊണ്ട് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഇവര് ബോധ്യപ്പെടുത്തിയത് വരാനിരിക്കുന്ന ലോകത്ത് കിട്ടിയ ഹൂറുല്യങ്ങളെ കുറിച്ചുള്ള ഈ ബോധ്യപ്പെടല. ഇതിവന് ബോധ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇവനത് ചെയ്യാത്തത്. ഞങ്ങളോട് പറയാം, ഒരു തെങ്ങ് നടി നിങ്ങൾക്ക് കിയാമനാളിൽ ഇളനീം കുടിച്ചാന്ന് പറഞ്ഞാല് വേറെ പണി നോക്കിയെന്നാല് നിങ്ങളോട് പറയാം, നിങ്ങള് എന്റെ സഹോദരന്മാരെ വീട്ടിൽ പോയിട്ട് പറയാം, തെങ്ങ് വെക്കിങ്ങള് അതിന്റെ തേങ്ങ നിങ്ങൾക്ക് കിയാമനാളില് പരലോകത്തിൽ കുടിച്ചാന്ന് പറഞ്ഞാല് വേറെ പണി നോക്കിയെന്നാല്. എന്നോട് പറയാ സർക്കാർ കിയാമനാളില് ശമ്പളം തരാന്ന് പറഞ്ഞാല് ഞാൻ വേറെ പണി നോക്കട്ടെ എന്ന് പറയും. അതാണ് സംഗതി. ഒന്നും വേണ്ട, ഒരു 10-ാം തീയതി കൂടി ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ വല്ലാതെ ക്ലാസ്സിൽ പോകാനൊന്നും തോന്നില്ല. മനുഷ്യന്റെ ബുദ്ധി അത്രക്കൊന്നും വലിച്ച നീളുന്ന സാധനമൊന്നുമല്ല. നിങ്ങൾ ഈ പറയും പോലെ മനുഷ്യന് ഇതിന്റെ ആവശ്യകത പരലോകം ഇല്ലാന്നല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറയാത്ത നിഷേധിച്ച് പറയും ഇല്ലാന്നല്ല. പക്ഷെ ഇതിന്റെ ആവശ്യകത ഇവന് ഇത് അനുസരിച്ച് ജീവിച്ചാലുള്ള ആവശ്യകത ഇവന് ഇവിടെ തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എനക്ക് തെങ്ങ് നട്ടാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെങ്കിലും അതിനൊരു തേങ്ങട്ട് അണക്ക് കുടിക്കുക, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെങ്കിലും കുടിക്കും എന്നിവനെ ബോധ്യപ്പെടുത്തണം. 1-ാം തീയതി 2-ാം തീയതി നമുക്ക് ശമ്പളം കിട്ടും. അതുകൊണ്ട് മര്യാദക്ക് പണിയെടുക്കുക. രാവിലെ തന്നെ പോയി ശമ്പളം കിട്ടുമെന്ന് ആൾക്കാരെ ചിന്തിക്കണം. പണിക്കിറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ കൂലി കിട്ടുമെന്ന് ചിന്തിക്കുന്ന ജനങ്ങളാണ്. എന്നിട്ട് ഓലോടെ പറയണം കിയാമനാളിൽ ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. ജനങ്ങളുടെ മനസ്സ് അത്രമാത്രം വലുതല്ല. അത് ഒരു ബോണസായിട്ട് കിട്ടുകയാണെങ്കിൽ ഓക്കെ എന്നാണ്. അല്ല, ഇതിന്റെ നീ എന്തുകൊണ്ട് വണ്ടിയുടെ ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടരുത്, നീ ചമ്മന്തിയാകാതിരിക്കാനാണ്. എന്തുകൊണ്ട് നീ നീതിയിലൂടെ തന്നെ നേടണം എന്ന് പറയുന്നത് അത് നിന്റെയും നിന്റെ സമൂഹത്തിന്റെയും അടുത്ത തലമുറയുടെയും ഗുണത്തിനാണത് എന്ന് ഇവന് ബോധ്യപ്പെടണം. ഇവന്റെ പ്രവർത്തനങ്ങളുടെ റിസൾട്ട്, അതിന്റെ ഫലം നന്മയാണെങ്കിൽ നന്മയും തിന്മയാണെങ്കിൽ അതിന്റെ തിന്മയും ഇവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇവനെ ബോധ്യപ്പെടുത്തണം. ഈ ബോധ്യപ്പെടാത്തതാണ് ഇവിടെ കർമ്മങ്ങൾ നടക്കാത്തത്. അതാ പറഞ്ഞ ഇത് ബോധ്യപ്പെടുത്തണം. മനുഷ്യ, നീ തിന്മ ചെയ്താൽ, അനീതി കാണിച്ചാൽ, അക്രമം കാണിച്ചാൽ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ നിനക്ക് തന്നെ അത് അനുഭവിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്താ പറയുക, അടിമത്തം ലോകത്ത് എല്ലാവരും അടിമകളാണെങ്കിൽ അതിന്റെ ദുരിതം എത്രമാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതാണ് ആരും സഹായിക്കപ്പെടാൻ പറ്റാത്ത ഒരു ദിനം, ഒരു കാലഘട്ടം നിങ്ങളിൽ വരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹു പറഞ്ഞത്. എല്ലാവരും അടിമകള്, ആരാരിനെ സഹായിക്കാം? എല്ലാവരും അക്രമികൾ, ആരാരിനെ സഹായിക്കാം? രാജാക്കന്മാർ വരെ ഇട്ട് ഓടിയില്ലേ? നമുക്ക് ചരിത്രം അറിയുന്നതല്ലേ? രാജാക്കന്മാർ വരെ കോടികൾ സമ്പത്തുകൾ ഇട്ട് ഓടി, ആരും സഹായിക്കുന്നില്ല. കുവൈത്തിലെ പ്രമാണിമാരും രാജാക്കന്മാരും ഷെയ്ഖുമാരും ഇട്ട് ഓടി. ആരെയും സഹായിക്കാൻ പറ്റാത്ത, ആരാലും സഹായിക്കപ്പെടാത്ത, ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടാത്ത ഒരു കാലഘട്ടം നിങ്ങളിൽ വരുന്നതിനെ നിങ്ങൾ അതിന്റെ പ്രത്യാഘാതങ്ങളെ, അതാണ് ഒത്തക്കു യൗമൻ, അതിന്റെ പ്രത്യാഘാതങ്ങൾ, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യാഘാതം നിങ്ങൾ സൂക്ഷിക്കണം. നമ്മൾ സമ്പാദിച്ചതിന്റെ ഒരു നയ പൈസ ഉപയോഗിക്കാൻ പറ്റൂല. അതറിയാം നിങ്ങൾക്ക്? 1 രൂപ അതിന് ഉപയോഗിക്കാൻ പറ്റൂല. അക്രമങ്ങളും അനീതികളും സംഘർഷങ്ങളും അടിമത്തവും ദുരിതവും ഒരു രാജ്യത്ത് സംജാതമായാൽ നേടിയതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഒരു പ്രദേശത്ത് വന്നാൽ അത്തരം ദൈവിക വ്യവസ്ഥിതിയുടെ പ്രത്യാഘാതങ്ങൾ, അത് ധിക്കരിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ മനുഷ്യരെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് എന്താ അല്ല. ഇത് ബോധ്യപ്പെടുന്നില്ല ജനങ്ങൾക്ക്. ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നില്ല. ഇത് ബോധ്യപ്പെടാത്തതിന്റെ റിസൾട്ടാണ് ലോകത്ത് നന്മ നടക്കാത്തത്, ലോകത്ത് കർമ്മങ്ങൾ ഉണ്ടാകാത്തത്, മനുഷ്യൻ അധ്വാനിക്കാത്തത്, മനുഷ്യൻ നീതിക്കും നന്മക്കും സത്യത്തിനും ഭൂമിയിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കുന്നതിന് വേണ്ടി മനുഷ്യൻ പ്രവർത്തിക്കാത്തത്. ഇവനിത് ബോധ്യപ്പെടുന്നില്ല. ഈ ബോധ്യപ്പെടായികയാണ്. അതിനുശേഷം അല്ലാഹു പറയുന്നത്, ആ ആയത്ത് പറഞ്ഞതിന് ശേഷം മൂസയുടെ ചരിത്രമാണ് പറയുന്നത്. ആ ഒത്തക്കു യൗമെന്ന് പറഞ്ഞതിന്റെ ചരിത്രം പറഞ്ഞ ശേഷം ദുരിതക്കടലിൽപ്പെട്ട ഒരു ജനസമൂഹത്തെ ദൈവിക വ്യവസ്ഥിതിയും കൊണ്ട് കരപറ്റിച്ചു. മൂസ കരപറ്റിച്ചു. അടിമത്തത്തിന്റെ അടിമകളാക്കി വെക്കപ്പെട്ട ദുരിതക്കടലിൽ കഴിയുകയായിരുന്നു. അടിമത്തത്തിന്റെയും പട്ടിണിതയുടെയും ദുരിതത്തിന്റെയും ആഴക്കടലിൽപ്പെട്ട സംഘർഷങ്ങളുടെയും കടലിൽപ്പെട്ട ഒരു ജനതയെ ദൈവികമായ കൊണ്ട്, ദൈവികമായ ആശയം കൊണ്ട്
അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു ആശയം കൊണ്ട്, അവർക്ക് ആശ്രയിക്കാനുള്ള ഒരു വടി കൊണ്ട് മൂസ ആ ജനതയെ ഒരു കരപറ്റിച്ചു. പക്ഷേ അതുണ്ടാക്കിയ ഈ സംഘർഷങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കിയ ആളുകൾ തന്നെ ആ ദുരിത കയത്തിൽ മുങ്ങിച്ചാവുകയും ചെയ്ത ചരിത്രമാണ് പിന്നെ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ പറയുന്നത്. ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. ജനങ്ങൾക്ക് ഖുർആനിന്റെ ആവശ്യകത ബോധ്യപ്പെടുന്നില്ല, ദൈവത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുന്നില്ല. ഈ ആവശ്യകത ബോധ്യപ്പെട്ടെങ്കിലേ മനുഷ്യൻ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും ദൈവത്തെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും ദൈവികതയിലേക്കും തിരിച്ചു വരികയുള്ളൂ. അങ്ങനത്തെ ആത്മീയത ലോകത്തെ പഠിപ്പിക്കാതെ രക്ഷയുമില്ല. ഇത് എന്തെങ്കിലും കിട്ടണ ഒരു ഹൂറലി കിടക്കുന്ന ആളെ കിട്ടൂല, എവിടെയെങ്കിലും കിട്ടും. എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് കള്ളുടിച്ചാന്ന് പറയുന്നത് ആളെ കിട്ടൂല. ഇത് അങ്ങനത്തെ ഗ്രന്ഥമൊന്നുമല്ല, ഇത് ലോകത്തിനെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് ഖുർആൻ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഖുർആൻ ഒന്നും ഇങ്ങനെ പോരുമ്പോൾ ഖുർആനിലെ ഓരോ വചനങ്ങളും ഒന്നൊന്നുമായി ബന്ധപ്പെട്ട് വരുന്ന വചനങ്ങളാണ്. ഇവരിൽ അങ്ങനെയല്ല. ഇവര് പറഞ്ഞാൽ ഒന്ന് ചെയ്യാമെന്നാൾ പറഞ്ഞാൽ പിന്നെ വേറെ പെണ്ണിട്ടുന്ന കാര്യം പറ, അപ്പ പറഞ്ഞാൽ പിന്നെ വേറെ നിസ്കാരം പറഞ്ഞാൽ അപ്പ പിന്നെ വേറെ കാര്യം പറ. ഇത് ഒന്നൊന്നിനോട് ബന്ധപ്പെടാത്ത രൂപത്തിലാണ് ഇന്നത്തെ ഖുർആൻ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും മുഴുവൻ. അതെന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ അതിൽ നിന്ന് വ്യതിചലിച്ചതാണ് പറ്റിയത്. അതിൽ നിന്ന് വ്യതിചലിച്ചു. അത് ആചാരാനുഷ്ഠാനങ്ങളാക്കി മാറ്റി മുഴുവൻ ഒരു സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി, ഒരു സമൂഹത്തിന്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേവല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാക്കി മാറ്റി. അത് ഇതര വേദങ്ങളിൽ നിന്നും ഇതര വിശ്വാസങ്ങളിൽ നിന്നും ഇതര മതങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നുകൂടിയതാണ്. ഇനി ഞാൻ അവിടെ നിന്ന് പോരുമ്പോ റോട്ടോരങ്ങളിൽ മുഴുവൻ ഇതാണ്, ദുഃഖവെള്ളിയാണ്. ഞാൻ ആലോചിച്ചു, ഒരു ജനസമൂഹം ഇത്തരം ഈ സമൂഹങ്ങളിൽ നിന്നാണ് വിശ്വാസങ്ങൾ കടന്നു വന്നത്, തന്നെ ക്രൈസ്തവരിൽ നിന്നാണ് എന്നാണ് ഇസ്ലാമിലെ വിശ്വാസങ്ങൾ മുഴുവൻ കടന്നു വന്നത്. ആചാരാനുഷ്ഠാനങ്ങൾ മുഴുവൻ കടന്നു വന്നത് ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് കടന്നു വന്നതാണ്. ദുഃഖല്ലേ എന്ന് ചോദിച്ചോളൂ. ഒറ്റ ദുഃഖമേ ഉള്ളൂ എനിക്ക്, ദൈവത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ അട്ടിമറിക്കപ്പെട്ട ദുഃഖം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ദുഃഖമൊന്നുമില്ല എന്ന് പറഞ്ഞു. ദുഃഖമുണ്ട്, ദുഃഖമുണ്ട്. പക്ഷെ എന്തിന്റെ ദുഃഖാണ്? മാനവരാശിയെ കരകയറ്റാൻ, രക്ഷപ്പെടുത്താൻ, അവരകപ്പെട്ട സംഘർഷങ്ങളുടെ കടലിൽ നിന്നും ദുരിതത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ അവതരിപ്പിച്ചു കൊടുത്ത വേദത്തെ, പ്രത്യയശാസ്ത്രത്തെ അട്ടിമറിച്ച ആ ദുഃഖമേ ഉള്ളൂ. കഷ്ടപ്പെടുന്നവരുടെയും ഭാരം വലിക്കുന്നവരുടെയും അധ്വാനിക്കുന്നവരെയും രക്ഷപ്പെടുത്താൻ വന്ന ഈസയെ ഇവര് ആചാരാനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കാൻ വന്ന ഒരു പ്രവാചകനായിട്ട് അവതരിപ്പിച്ചു. ആ ദുഃഖമേ ഉള്ളൂ. അദ്ദേഹം വന്നത് ആചാരാനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കാനല്ല, മുഹമ്മദ് വന്നതും അതിനല്ല. ലോകത്തൊരു പ്രവാചകനും ഒരു ജനസമൂഹത്തിന് ആചാരാനുഷ്ഠാനങ്ങളുടെ കുറവല്ല. ഇത് നമ്മൾ പറഞ്ഞാൽ ഇവന് ആചാരാനുഷ്ഠാനങ്ങളോട് അത്ര ദേശം. ആചാരാനുഷ്ഠാനങ്ങൾക്ക് അതിന്റെ ഫലമുണ്ട്, അതിന്റെ അസത്യത്തിന് അതിന്റെ ഫലമുണ്ട്. അത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടൂല എന്നല്ല പറയുന്നത്, അത് ശാശ്വതമായത് കിട്ടൂല എന്നാ ഖുർആൻ പറഞ്ഞത്. പാർശ്വഫലങ്ങൾ ഉണ്ടാവും അതിന്, അതാണ് അതിന്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാവും. ആചാരാനുഷ്ഠാനങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടും, പക്ഷെ അതുകൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണം എന്നാ ഞാൻ ചോദിക്കണത്. സമൂഹത്തിന്, ഈ വ്യക്തിക്ക് തന്നെ എന്താ ഗുണം? അല്ലാതെ ഇതുകൊണ്ട് ഇതിന് ദേഷ്യം ഉണ്ടായിട്ടല്ല. അപ്പൊ ഒരു ജനസമൂഹത്തിന്റെ മോചനമായിരുന്നു പ്രവാചകന്മാരുടെ മുഴുവൻ ദൗത്യം. ഇവർ പറയുന്നത് മുഹമ്മദ് നബി ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കായിരുന്നു ആ ജനതയുടെ പ്രശ്നം. മുഹമ്മദ് നബിക്ക് ആകെ ഉണ്ടായിരുന്ന പ്രശ്നം ഈ എവിടെ പോലെ ഇതിന്റെ കിബിലൊന്ന് മാറ്റി കിട്ടിയെങ്കിൽ എന്നുള്ളതാണ്. അവിടെ കിബിലയുണ്ട്, ആരാധനകളുണ്ട്, ആരാധനാലയങ്ങളൊക്കെ ഉണ്ടല്ലോ. മുഹമ്മദ് നബി വരുമ്പോഴുണ്ട് ആ സമൂഹത്തിന്, ആ ജനസമൂഹം ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്, അതിന്റെ കുറവില്ലല്ലോ. അവിടെ ആരാധനകളുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. എന്നിട്ടും എന്ത് ആ ജനത അങ്ങനെയായി? സംഘർഷങ്ങളിലായിരുന്നു ആ ജനത, പട്ടിണിയിലായിരുന്നു ആ ജനത, അജ്ഞതയിലായിരുന്നു ആ ജനത, മനുഷ്യരുടെ ഒരു അവകാശങ്ങളും വകവെച്ചു കൊടുക്കാത്തതായിരുന്നു ആ ജനത, യുദ്ധങ്ങൾക്കും കൊണ്ട് കൊടുമ്പിരിക്കൊണ്ട ഒരു ജനതയായിരുന്നു. ഒരു ദിശ തിരിഞ്ഞു നിൽക്കാൻ ഒരു ഇടമില്ലാഞ്ഞിട്ടാണോ? ആരാധന അനുഷ്ഠാനങ്ങളില്ലാഞ്ഞിട്ടായിരുന്നോ ആ ജനതയുടെ പ്രശ്നം? ഒരു ദിശാബോധം, ശരിയായ ഒരു ദിശാബോധം ആ സമൂഹത്തിന് ഇല്ലാതെ പോയതാണ് ആ പ്രശ്നം ആ സമൂഹത്തിൽ
ഉണ്ടായ പ്രശ്നം. ആളുകളെ വിചാരം മുഹമ്മദ് നബി ഈ സ്ത്രീകളൊക്കെ ഉണ്ടാവില്ല, ഇപ്പൊ വൃദ്ധ ഈ വയസ്സായ സ്ത്രീകളൊക്കെ പിന്നെ ഈ പെൻഷൻ കാത്തിട്ടുണ്ടാവും, പോസ്റ്റ്മാൻ വരുന്നുണ്ടോ നോക്കി. പോസ്റ്റ്മാൻ എപ്പോഴാ പെൻഷൻ കൊണ്ട് വരിക എന്ന പോലെ അല്ല എപ്പോഴാപ്പോ ഇങ്ങോട്ട് തിരിച്ചെടുത്താൻ ഒരായത്തായിട്ട് വരികയെന്ന് ഇങ്ങനെ മേപ്പെട്ട് നോക്കി ഇരിക്കുന്നു നബി നമ്മൾ എഴുതി വെച്ചത്. എവിടേക്കെങ്കിലും ഒന്ന് തിരിഞ്ഞു നിൽക്കണം എനിക്ക്, അതാണ് കിബില എന്നാണ്. ഒരു മൂപ്പർക്ക് എവിടേക്കെങ്കിലും ഒന്ന് തിരിഞ്ഞ്, ഇപ്പൊ ഈ തിരിച്ചിലൊന്ന് മാറ്റി ഇപ്പുറത്തൊക്കെ ഒന്ന് തിരിഞ്ഞു കിട്ടിയപ്പോ ലോകത്തിന്റെ പ്രശ്നം തീരും. നമ്മള് ഇപ്പത്തെ ഈ സുന്നത്തെ ജമാഅത്തിന്റെ തർക്കം പോലെയാണ്. സുന്നത്തെ ജമാഅത്തിന്റെ ഇപ്പോഴത്തെ തർക്കം എന്താന്ന് പറഞ്ഞാൽ സിഹ്റ്, ജിന്ന്, ശൈത്താന്, പിന്നെ സിഹ്റ് ബാധിക്കൂലേ, സിറാത്ത് പാലം ഉണ്ടോ ഇല്ലേ, വാദ്യോപകരണങ്ങൾ പറ്റൂലേ, കണ്ണേറ് തട്ടൂലേ. ഇതാണ് ഈ പ്രശ്നം തീരുമാനമായ ലോകത്തിന്റെ പ്രശ്നം പരിഹരിച്ചു എന്നില്ല. ഈ കണ്ണീർ തട്ടൂലെന്ന് തീരുമാനമായ അഫ്ഗാനിസ്ഥാനത്തെ പ്രശ്നം തീർന്നു, പാകിസ്ഥാനിലെ പ്രശ്നം തീർന്നു, സിറിയയിലത്തെ പ്രശ്നം തീർന്നു, എല്ലാ പ്രശ്നവും തീർന്നു. ഞാൻ പറഞ്ഞു ലോകം 40-50 കൊല്ലം മനുഷ്യന് കൃത്രിമമായ കണ്ണു കൊടുത്തുകൊണ്ട് എങ്ങനെ കാഴ്ച കൊടുക്കാന്ന ലോകം ചിന്തിക്കുന്നത്. മാപ്പിള ചിന്തിക്കണ കണ്ണീർ തട്ടൂലെന്ന. മാപ്പിള അവിടേക്ക് എത്തിയിട്ടുള്ളൂ, സാധു അവിടേക്ക് എത്തിയിട്ടുള്ളൂ. ഇവര് പറയുന്നത് നമ്മള് മാസികയിലുണ്ടത് ആരോ കൊടുത്തിട്ടുണ്ട്, സംഗതി ശരിയാണ്. സുഹൈലിന്റെ മകൾ സഹില സാലിമിന് നേരിട്ട് മുല കൊടുക്കുകയാണോ ചെയ്തത്, അതല്ല മുലയിൽ നിന്ന് പാലൊരു കപ്പിലേക്ക് എടുത്തിട്ട് കൊടുക്കുക ചെയ്തതെന്നാണ് ലോകം തർക്കിക്കുന്നത്. അതായത് മുലകൊടി ബന്ധം ഉണ്ടാവില്ലേ ദില്ലിന്, നേരിട്ട് കൊടുത്താലേ മുലകൊടി ബന്ധം ഉണ്ടാവുള്ളൂ. പക്ഷെ മുലകൊടി ബന്ധം തന്നെയല്ല ഖുർആൻ. എന്ത് മലം ലോകം ചിന്തിക്കുന്ന സൗരോർജം ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക് കാറുകൾ എങ്ങനെ ഉപയോഗിക്കാം, ഊർജ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാന്ന ലോകം ചിന്തിക്കുന്നത്. ശസ്ത്രക്രിയയിലൂടെ ഹൃദയം മാറ്റിവെച്ചുകൊണ്ട് മാനവരാശിക്ക് ഒരു 10-20 കൊല്ലം കൂടി ഒരു മനുഷ്യനെ എങ്ങനെ അവനെ ജീവിക്കാൻ ഉപയുക്തനാക്കാൻ പറ്റും, അവന് ലൈഫ് നീട്ടിക്കൊടുക്കാൻ പറ്റുന്ന ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ അത്തഹിയാത്തിൽ വിരലിളക്കണോ ഇളക്കണ്ടേന്നില്ല ഉലമാക്കൾ തർക്കത്തിലാണ്. ഇതാണ് ലോകത്തിന്റെ ചിന്ത ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇത് ഇന്ന പോലെയാണ് മുഹമ്മദ് നബിയെ കുറിച്ച് പോലെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താ ജിബ്രീൽ വരാത്തത്? എനിക്ക് മക്കത്തുനിന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് അഖസീന്ന് ഹറമിൽക്കൊന്ന് തിരിഞ്ഞു കിട്ടിയപ്പോ എന്റെ പ്രശ്നം തീർന്നിരുന്നു. മൂപ്പർ ആകല്ല ചിന്ത മൂപ്പർക്കാണ്. എനിക്ക് അഖസീന്ന് ഹറമിൽക്ക് ഒന്ന് തിരിഞ്ഞു കിട്ടണം. തിരിഞ്ഞു കിട്ടിയ എന്റെ പ്രശ്നം തീർന്നു. ഞാൻ പറഞ്ഞു ഉന്നതമായ, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഉന്നതമായ ചിന്തകളാണ് മൂപ്പര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കഥ നവ വജിഹിക്ക ഫിസ്സമായി. ഉന്നതമായ തത്വങ്ങളും ചിന്തകളും നിഷേധിക്കാൻ കഴിയില്ല. അവന് സ്വീകരിച്ചില്ല എന്ന് വരും. പക്ഷെ ഇത് സത്യമല്ല എന്ന് ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അത് സത്യമല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇവൻ സ്വീകരിക്കൂല എന്നേ ഉള്ളൂ. സ്വീകരിക്കാതിരിക്കലും ഉണ്ടാവും. പക്ഷെ ഒരു സത്യത്തെ ഇപ്പൊ ഞാൻ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ എനിക്ക് അസേരട്ടിയിരുന്നു. ഇനി അതിന്റെ മുകളിലേക്ക് എവിടേക്കങ്ങൾ പോവുക. ഇതാണ് അതിന്റെ ടോപ്പ് എന്ന് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ടോപ്പ് അല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ സ്വീകരിക്കാതിരിക്കലും വേറെ കാര്യം. ഇന്ന പോലെയാണ് പ്രവാചകൻ ആണ് നോക്കുന്നത്. അത്യുന്നതമായ മൂല്യങ്ങളിലേക്കാണ് മൂപ്പരുടെ ചിന്ത. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത, ആർക്കും തള്ളിക്കളയാൻ കഴിയാത്ത, ഇതിനേക്കാൾ അപ്പുറത്ത് ഒരു സത്യമില്ല എന്നുള്ള ആ സത്യമായിരുന്നു മൂപ്പരുടെ ചിന്തയിൽ. അതാണ് മൂപ്പരുടെ വജ്ഹ്, അതാണ് മൂപ്പരുടെ വ്യൂ, അതാണ് പ്രവാചകന്റെ വ്യൂ. അതാണ് അവിടേക്കാണ് ചിന്ത തിരിക്കുന്നത്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യം ലോകത്തോട് എനിക്ക് പറയണം. അല്ലാതെ പോസ്റ്റ്മാന് പെൻഷൻ കായ്കൊണ്ട് എപ്പോഴാ വരികയെന്ന് കാത്തിരിക്കും പോലെ, ഉമ്മമാര് കാത്തിരിക്കും പോലെ ജിബ്രീൽ എന്താ പോലും വരാത്തത്? ജിബ്രീൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നുള്ള ഈ കൗമനാണ്. അവർ മലക്കന്നല്ല. എന്നിട്ട് അതന്നെ ലോകത്ത് ഇപ്പൊ ലോകത്തിന് വെളിച്ചപ്പെട്ടിട്ടുള്ളൂ. പല പണ്ഡിതന്മാരും ഇപ്പൊ അംഗീകരിച്ചു വരുന്നുള്ള ജിബ്രീൽ മലക്കല്ലാണ്. ഈ ലോകം എത്ര കഴിഞ്ഞു? ഖുർആനിൽ എവിടെ ജിബ്രീൽ മലക്കാണെന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത്? ജിബ്രീൽ. ഇങ്ങനെ ഖുർആനിന്റെ വികലമായ കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വൈഡായിട്ട് ഒരായത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നില്ല. ഖുർആൻ വികലമാക്കപ്പെട്ടത് ലോകത്തിന് കിട്ടേണ്ട ഒരു മോചനമാണ് നഷ്ടപ്പെട്ടത്. നമ്മളൊക്കെ ഒരു 50,000 കൊല്ലം അഡ്വാൻസ് ആയിട്ട് എത്തിയിരുന്നു ഖുർആൻ വികലമാക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ.
നമ്മൾ ഈ 2014 ജീവിക്കുക, 50,014 നമ്മളൊക്കെ ജീവിക്കേണ്ടിയിരുന്നത്. ലോകം ഈ ഖുർആൻ വികലമാക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ. എന്താ നിങ്ങൾ പറയണത്? എന്താ ലോകത്തിന് എന്തേ ഖുർആൻ വികലമാക്കി അവതരിപ്പിച്ചതുകൊണ്ട് ലോകത്തിന് എന്തേ? ഒന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. 50,000 കൊല്ലം പോയി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പോയില്ല. അതാ ഞാൻ പറഞ്ഞത്. ജന്മം കൊണ്ട് തന്നെ ചിലർ ഉന്നതർ, ഇവരുടെ വ്യാഖ്യാനത്തിൽ അങ്ങനെ ജന്മം കൊണ്ട് തന്നെ. ഇനി നമുക്ക് കാര്യമായിട്ടൊന്നും പണിയില്ല. ഇസ്രായേൽ ജനത എന്നും ശ്രേഷ്ഠര്. ഇനി നമ്മക്ക് എന്താ പണി? നമുക്കൊരു പണിയില്ല. അല്ല ലോക അവസാനം വരെ ഓരോ ശ്രേഷ്ഠ. വർണ്ണവിവേചനത്തിന് ഇതിലേക്കും വലിയ വർണ്ണവിവേചനത്തിന്റെ തിയറിയാണത്. ജന്മം കൊണ്ടൊരാൾ ശ്രേഷ്ഠനോ അധമനോ ആകുമെന്ന് വന്നാൽ വർണ്ണവിവേചനം അതന്നെയല്ലേ? ഇസ്രായേൽ ജനത ജന്മം കൊണ്ട് തന്നെ എല്ലാ കാലത്തും ശ്രേഷ്ഠരാക്കി വെച്ചിരിക്കുന്ന പരിഭാഷകളിൽ അതാണ് ഞാനിത് പറഞ്ഞ ഓരോ വചനവും. ഞാനൊരു 4-5 കൊല്ലം മുമ്പ് പറഞ്ഞു കുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയണ്ട, അഹദ് വരെ അട്ടിമറിച്ചു എന്ന് പറഞ്ഞപ്പോ ആളുകൾക്ക് അത് മനസ്സിലായില്ല. ആളുകൾക്ക് അന്നേ അത് പൊട്ട അങ്ങനെയൊന്നും ഉണ്ടാവും. അഹദ് തന്നെ ഒന്നല്ലേ. അട്ടിമറിക്കപ്പെട്ട ഖുർആനിലെ ഓരോ പദങ്ങളും അട്ടിമറിക്കപ്പെട്ടു. ഒരക്ഷരം വരെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വളരെ ഗൂഢമാണ്. ഇസ്രായേൽ ജനതയെ നിങ്ങളെ ഞാൻ ലോകരേക്കാൾ ശ്രേഷ്ഠരാക്കി വെച്ചിരിക്കുന്നു എന്ന വിലയിരുത്തിയിരിക്കുന്നത്. ആരാണ് ഇസ്രായേൽ? പഠിപ്പിച്ചു കൊടുത്തില്ല. ദൈവികമായ കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഏതേത് നൂറ്റാണ്ടുകളിലെ മനുഷ്യരുണ്ടോ അവരാണ് ഇസ്രായേൽ, ദൈവത്തിന്റെ ദാസൻ. ഇസ്രഈൽ, ഈൽ എന്ന് പറഞ്ഞാൽ ദൈവം, ദൈവത്തിന്റെ ഇസ്ര, അടിമത്വം സ്വീകരിച്ച അതിന്റെ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അഭിനവുകൾ, അതിന്റെ ബന്, അതിന്റെ സന്തതി. ദൈവത്തിന്റെ അടിമത്വം ഭൂമിയിൽ നിലനിർത്താൻ അവന്റെ അടിമത്വം എന്ന് പറയുന്നത്, അടിമത്വം എന്ന് വാക്ക് തെറ്റാണ്. അവന്റെ വിധേയത്വം ലോകത്ത് നിലനിർത്താൻ വേണ്ടി അതിന്റെ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതേത് ആളുകൾ ഏതേത് ഇറയിൽ ഏതേത് നൂറ്റാണ്ടുകളിലുണ്ടോ അവരാണ് ഇസ്രായേൽ. ആരാ പറഞ്ഞ? ജന്മം കൊണ്ടൊരു സമൂഹം മുഴുവൻ ഓല് ലോകാവസാനം വരെ ഓലും ഇല്ലത്. അതാണ് ജന്മം കൊണ്ടൊരാൾ. അതന്നെയല്ലേ വർണ്ണവിവേചനം? വർണ്ണവിവേചനം അത് തന്നെയല്ലേ? ജന്മം കൊണ്ടൊരാൾ അധമനും ജന്മം കൊണ്ടൊരാൾ ശ്രേഷ്ഠനും. ഒരു സമൂഹം എല്ലാ കാലഘട്ടത്തിലും ശ്രേഷ്ഠനുമായാൽ പിന്നെ ഞമ്മക്കെന്താ ഇവിടെ റോള്? നമുക്കിനിയിപ്പോ എന്താ ഇവിടെ പണിയില്ലത്? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം ജന്മം കൊണ്ട് ഇസ്രായേൽ ജനത, ഇസ്രായേലിൽ ജനിക്കുന്ന ആ ജനത ജന്മം കൊണ്ട് എല്ലാ കാലഘട്ടത്തിലും ഒരു ശ്രേഷ്ഠനാണ്. ഇനി കാര്യമായിട്ട് മാപ്പിളാർക്ക് കൂടെ പണിയെടുക്കാനൊന്നുമില്ല. എത്ര പണിയെടുത്താലും ഓരന്നെ ശ്രേഷ്ഠമാണ്. ഈ വർണ്ണവെറിയുടെ ഈ വർണ്ണവിവേചനത്തിന്റെ ഈ തിയറി പൊളിച്ചു കളയേണ്ടതല്ലേ? പൊളിച്ചു കളയണ്ടേ? അപ്പൊ എന്താണ് ഖുർആനിലെ ഓരോ വചനങ്ങളും, എനിക്ക് പറയാനാണെങ്കിൽ ഓരോ വചനങ്ങളും അട്ടിമറിക്കപ്പെട്ടു, ഓരോ പദങ്ങളും അട്ടിമറിക്കപ്പെട്ടു. ഇത് ലോകത്തിന് എന്തേ നഷ്ടപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. 50,000 കൊല്ലം, വളരെ സിമ്പിൾ. 50,000 കൊല്ലം, വേറെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്താ ഖുർആൻ അട്ടിമറിക്കപ്പെട്ടത് കൊണ്ട് ലോകത്തിന് നഷ്ടപ്പെട്ടത്? അതാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ പദങ്ങളും മനുഷ്യരെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് കൊണ്ട് ഇവര് രൂപഘടനയാണ് എഴുതിയത്. എല്ലാവരും ഇവന്റെ ഈ ശരീര രൂപഘടനയാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം. നിങ്ങളെ ഞാൻ ഈ സൃഷ്ടിപ്പ് തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ സൃഷ്ടിപ്പല്ല, അവന്റെ ക്യാരക്ടറാണത്. അവൻ എന്ന അവന്റെ ഹുലുക്കാണ്, അവന്റെ സ്വഭാവത്തിലുള്ള ഘടനയാണ് അള്ളാഹു തന്നത്. അതുകൊണ്ടാണ് ദൈവിക കൽപ്പനകൾക്ക് അനുസരിക്കാൻ പറഞ്ഞത്. ഈ ഫിസിക്കൽ ഈ രൂപമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെക്കാൾ ശക്തിയുള്ള ആളുകൾ, ജീവജാലങ്ങൾ ഭൂമിയിൽ വേറെയുണ്ട്, ഇല്ലേ? നമ്മളെക്കാൾ ദൃഢഗാത്രരായ ജീവജാലങ്ങൾ ഭൂമിയിൽ എത്ര? അവരല്ലേ അള്ളാഹ് ആരാധിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ശരീരത്തിന്റെ പ്രത്യേകത കൊണ്ടാണെങ്കിലും നമ്മളെക്കാൾ കാഴ്ച ശക്തിയുള്ള ജീവജാലങ്ങൾ എത്രയാ? പൂച്ചക്കന്നുണ്ട് നമ്മളെക്കാൾ ശക്തി. നമ്മളെക്കാൾ ഘ്രാണശക്തിയുള്ളത് എത്രയാണ്? നായിന്റെ നമ്മളെക്കാൾ ഘ്രാണശക്തി, ഇല്ലേ? നമ്മളെക്കാൾ സൗന്ദര്യമുള്ള ജീവജാലങ്ങൾ ഭൂമിയിൽ എത്രയാണ്? അപ്പോ ശരീരഘടന തന്നു എന്നതുകൊണ്ടാണ് ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് ജീവിക്കേണ്ടതെങ്കിൽ നമ്മളെക്കാൾ ദൈവകൽപ്പനക്ക് വഴിപ്പെട്ട് ജീവിക്കേണ്ടത് മറ്റ് ജീവജാലങ്ങളാവുമായിരുന്നു. അതാണ് പറയുന്നത്. നമ്മളെക്കാൾ ആയുസ്സുള്ള ജീവജാലങ്ങളില്ലേ? ആമക്ക് 130-140 കൊല്ലാണ് ആമയുടെ ലൈഫ്. നമ്മളെക്കാൾ ആയുർദൈർഘ്യമുള്ള ജീവജാലങ്ങളുണ്ട്. അവരല്ലേ ദൈവത്തിന്റെ കൽപ്പനക്ക് അനുസരിക്കേണ്ടവർ? ഞാൻ ചോദിച്ചു,
വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞത് ഈ ശരീരഘടനയാണെങ്കിൽ 2 കണ്ണ് തന്നിട്ട് പിന്നെ ഒരു കണ്ണ് അല്ലാഹു എടുത്തുകളെ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഞാൻ അവനെ അധമനാക്കി എന്ന് പറഞ്ഞ സ്വഭാവത്തിലല്ലത്, രൂപഘടനയിലല്ലല്ലോ. അതാ ഞാൻ ചോദിച്ചു. 2 കാല് തന്നു ജന്മന, പിന്നെ ഓനെ നൊണ്ടിയാക്കി. സുമറതിനാഹു അസ്ഫല, പിന്നെ ഞാൻ അവനെ നൊണ്ടിയാക്കി. അല്ല, അവന്റെ ക്യാരക്ടറാണ്, അവന്റെ ചിന്ത, ബുദ്ധി, അവന്റെ സ്വഭാവം, ഇതാണ് അവന്റെ ഹുലുക്ക്. ഇത് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് ഉന്നതമായ ഒന്ന് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ ദൈവിക കൽപ്പനകൾക്ക് വഴിപ്പെട്ട് ജീവിച്ചേ പറ്റൂ. അതിന് കാരണങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ വിശദീകരിക്കാം. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്ന് അത് സവിസ്തരം വിശദീകരിക്കേണ്ട കാരണമാണ്. എന്തുകൊണ്ട് ദൈവത്തിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് കൂടാ? ചിലവർ പറയുന്നത് ദൈവത്തിനൊന്നും അങ്ങനെ അനുസരിക്കേണ്ട ആവശ്യമില്ല, ദൈവിക നിയമമൊന്നും വേണ്ട, നമുക്ക് വേണ്ടെങ്കിൽ വേണ്ടോളൂ, വണ്ടിയുടെ മുന്നിലേക്ക് ചാടിക്കോളി, വേറെ കുഴപ്പമൊന്നുമില്ല, ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടിക്കോളി, വിഷം കുടിച്ചോളി, അള്ളാഹ്ക്ക് ഒന്നുമില്ല എന്നാ പറയുന്നത് അള്ളാഹു. അതാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരു നിർബന്ധമല്ല. വേണമെങ്കിൽ നിങ്ങളുടെ തന്നെ സർവൈവൽ വേണോ, നിങ്ങളുടെ തന്നെ അതിജീവനം വേണോ, നിങ്ങളുടെ തന്നെ നിലനിൽപ്പ് വേണോ, നിങ്ങൾ തന്നെ ശാന്തമായ ജീവിതം നിങ്ങൾക്ക് വേണോ, വേണമെങ്കിൽ മതി, വേണ്ടെങ്കിൽ തള്ളിക്കോളിന്ന് അള്ളാഹ് തന്നെ. പക്ഷെ പുരോഹിതന്മാർക്ക് പറ്റൂല. പുരോഹിതന്മാർ ഈ ആചാരാനുഷ്ഠാനം എടുത്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ വെരലാന്തരം കൊത്തുകയാണ്. നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് കണ്ടോ? ലോകത്തെ സെലഫികൾ ഉണ്ടാക്കുന്ന ക്രൂരതകളാണ്. വീഡിയോ ക്ലിപ്പിൽ ഒരു മനുഷ്യനെ കെട്ടിയിട്ട് ആദ്യം കൈവിരലുകൾ വരിവരിയായിട്ട് കൊത്തുക. ഇപ്പം സൗദി ഫത്വ ഇറക്കിയില്ല ഒരാഴ്ച മുമ്പ്, ദൈവനിഷേധികളെ കൊല്ലണമെന്ന്. ഇതിലേക്ക് മേലെ വേലുണ്ട്. ഇഖ്വാനുൽ മുസ്ലിമീനെ ഭീകര സംഘടനയായിട്ടും പ്രഖ്യാപിച്ചു. ഇങ്ങനെയുണ്ട് ഒരു അറബി മതം. അള്ളാഹ് എന്നെ നിർബന്ധമല്ല എന്ന് അള്ള പറയണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ, അള്ള എന്നെ പറയണു, വേണമെങ്കിൽ എടുത്തോളൂ, അല്ലെങ്കിൽ ചത്തൊടുങ്ങിക്കോളിയും. സംഘർഷങ്ങൾ കൊണ്ടും പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും അസമാധാനം കൊണ്ടും അശാന്തി കൊണ്ടും നിറഞ്ഞ ഒരു ലോകഗതി ഉണ്ടാക്കിയിട്ട് അതിൽ നിങ്ങൾ മുങ്ങി ചത്തോളിയിടോ, എനിക്കെന്താ? ഇതാണ് അള്ളാഹു പറഞ്ഞത്. ഖബീർ, ഇതുപോലെ നിങ്ങൾക്ക് പ്രവചിച്ചു തരാൻ സൂക്ഷ്മജ്ഞാനിയായ ഒരു ഖബീറായ ഒരു ജ്ഞാനിയായ ആള് വേറെ ആരാണുള്ളത് എന്ന് അള്ളാഹു ചോദിക്കുന്നു. വലാ യുനബ്ബിഉക, നിനക്ക് പ്രവചിച്ചു തരാനില്ല. മിസ്ല ഖബീർ, ഇതുപോലെ സൂക്ഷ്മമായി കാര്യങ്ങൾ പ്രവചിച്ചു തരാൻ വേറെ ആരാണുള്ളത്? അള്ളാഹുവിനിത് ഇങ്ങനെ പറഞ്ഞാൽ തേടും നമുക്ക്. ഇതാ പറയുന്നത്. അപ്പൊ ഖുലുക്ക് എന്ന് പറഞ്ഞാൽ യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും എന്ന് പറഞ്ഞാൽ ഇവന്റെ ക്യാരക്ടറാണ്, ഇവന്റെ ബുദ്ധിയാണ്, ഇവന്റെ വിവേകമാണ്, വിവരമാണ്, ജ്ഞാനമാണ്. ഇതുകൊണ്ടാണ് അവന് വ്യതിരിക്തത കൊടുത്തിട്ടുള്ളത്. ഇതുകൊണ്ടാണ് അവൻ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരിക്തനാകുന്നത്, വേറിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവിക കൽപ്പനകൾക്ക് ഇവൻ വിധേയപ്പെട്ടേ മതിയാവൂ. കാരണം ഇത് വിധേയപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവന്റെ പ്രത്യാഘാതങ്ങൾ മറ്റു ജീവജാലങ്ങളെ പോലെയല്ല. മനുഷ്യൻ കേടുവന്നാൽ ഒരു മൃഗം കേടുവരുന്നത് പോലെയല്ല. ഒരു മൃഗം കേടുവന്നാൽ അതിന് പരിധിയുണ്ട്, പക്ഷെ ഒരു മനുഷ്യൻ കേടുവന്നാൽ അതിന് പരിധിയില്ല. അതുകൊണ്ടാണ് ദൈവിക കൽപ്പനകൾക്ക് അവൻ വിധേയപ്പെട്ടേ മതിയാവൂ എന്ന് പറയുന്നത്. ഈ രാജ്യം തകർക്കാൻ എനിക്ക് കഴിയും. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ഒരു രാജ്യത്തെ മുഴുവൻ മഹാവിസ്ഫോടനമുണ്ടാക്കി, മഹാദുരിതങ്ങൾ ഉണ്ടാക്കി ഒരു രാജ്യത്തെ, ഒരു പ്രദേശത്തെ നശിപ്പിക്കാൻ സാധിക്കും. ഒരു മൃഗം വിചാരിച്ചാൽ ഏറിക്കഴിഞ്ഞാൽ വേറൊരു മൃഗത്തെ കൊന്നു തിന്നാനേ സാധിക്കുള്ളൂ. പരമാവധി കേടുവന്നു. അതിനപ്പുറം ഒരു മൃഗത്തിന് കേടുവരാൻ കഴിയില്ല. ഒരു കാട് ഇളക്കി മറിച്ച് അതിനെ നശിപ്പിച്ച് നാരായ പേരാക്കാൻ ഒരു സിംഹം വിചാരിച്ചാൽ നടക്കൂല. ഏറിക്കഴിഞ്ഞാൽ അവിടുത്തെ 1-2 ജീവികളെ ഒന്ന് അതിന്റെ വിഷപ്പടക്കാൻ പറ്റുമെന്ന് പറയും. ഇത് മനുഷ്യന് മാത്രം കൊടുത്ത വ്യതിരിക്തമായ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് മനുഷ്യ, നിന്റെ ദൈവിക കൽപ്പനകൾക്ക് നീ വിധേയപ്പെട്ട് കഴിഞ്ഞേ മതിയാവൂ. അതാണ് സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഇത് പറയണമെങ്കിൽ യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും അല്ലദീ ജഅല ലക്കുമുസ് സമാഅ ബിനാഅൻ വല്ലർള സമാഇന ബിനാവും, അർളിനെ ഒരു മിഹാദും ആക്കി തന്നതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. ഇങ്ങനെ ആകാശത്തെ നിങ്ങൾക്ക് ഒരു എടുപ്പും ഭൂമിയെ ഒരു വിധാനവും ആക്കി തന്നിരിക്കുന്നു എന്നൊക്കെ ഇന്നത്തെ അർത്ഥം. അവിടേക്ക് നമുക്ക് വിശദീകരിക്കാനുണ്ട്. എന്താണ് സമായെന്നും എന്താണ് അർള് എന്നും. അപ്പോഴേ എന്നിട്ടാ പറയുന്നത്, ഈ സമാവും അർളും ഞാൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ട് ഇനി നിങ്ങൾ ഇതിന് ബദൽ വേറൊന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരി എന്നുള്ള വെല്ലുവിളി. അപ്പോഴാണ് ആ സമാവും അർളും എന്താണെന്ന് മനസ്സിലാവുള്ളൂ.
അപ്പൊ നിങ്ങൾക്ക് സമാ എന്താണ് മറലെന്താണ് ആ സമാവും മറലും നിങ്ങൾക്ക് ജവല നിശ്ചയിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരി എന്ന് അള്ളാഹു പറയുന്നു. അത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുർആൻ പഠിക്കുക. അങ്ങനെ പ്രത്യേകമായ ഒരായത്ത് ഊന്നി പറഞ്ഞിട്ടില്ല. ചില സൂചനകൾ മാത്രമാണ് ഇന്ന് ഞാൻ നൽകിയിട്ടുള്ളത്. അതിൽ നിന്ന് നിങ്ങൾ കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മർജാൻ എന്നുള്ള വാക്കൊക്കെ ചിലപ്പോൾ ആശയക്കുഴപ്പമുണ്ടായിരിക്കും. അത് ഞാൻ പിന്നീട് വിശദീകരിച്ചു തരാം. മർജാൻ എന്ന് പറഞ്ഞാൽ തന്നെ ആശയക്കുഴപ്പമാണ്, ഒരു കൺഫ്യൂഷൻ, ഒരു ആശയക്കുഴപ്പത്തിൽ തന്നെ നിൽക്കട്ടെ. അത് ജിന്നിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. അവനാകെ കൺഫ്യൂസായ അവസ്ഥ. ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യർക്കുള്ളതാണ്. മനുഷ്യരുടെ സ്വഭാവ വൈവിധ്യങ്ങൾ ഖുർആൻ ചർച്ച ചെയ്യണത്. അതിൽ മൃഗങ്ങളോ മറ്റ് ആകാശങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഖുർആന്റെ ചർച്ചയല്ല. അപ്പോഴേ ഖുർആൻ ശരിക്കും മനസ്സിലാവുള്ളൂ. അതൊരു ഹ്യൂമൻ സയൻസ്. അതില് ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും അതിലില്ല. പണ്ഡിതന്മാർ പറയുന്നത് ഇതിൽ കുറെ ഫിസിക്സ് ഉണ്ട്, കുറെ കെമിസ്ട്രി ഉണ്ട്, പിന്നെ സമുദ്രങ്ങളുടെ മിക്സിംഗ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഇതിലൊന്നുമില്ല. ഇതിൽ മനുഷ്യരുടെ സാമൂഹിക സാമ്പത്തിക ശാസ്ത്രം മാത്രമാണ് ഖുർആൻ കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യരുടെ വിമോചനമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോഴേ ഈ സമുദ്രം എന്താണെന്നും കരയെന്താണെന്നും കയറെന്താണെന്നും വടി എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. വടി എന്താണെന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാവില്ല. അപ്പോഴേ ഉള്ളൂ. നമ്മൾ ഒരു മനുഷ്യന് കണ്ണു കാണാത്ത ദുർബലനായ, ആരോഗ്യമില്ലാത്ത ദുർബലനായ ഒരു മനുഷ്യന് താങ്ങായിട്ടാണ് വടി, അല്ലേ? വീക്കായിട്ട് നല്ല രണ്ട് കാലിൽ നടക്കാൻ കഴിവില്ലാത്ത വീക്കായ ദുർബലനായ ഒരാൾക്ക് ആശ്രയിക്കാനാണ് ഒരു വടി. എന്നുപോലെ ആശയ രംഗത്ത് വളരെ ദുർബലരായ ആളുകൾക്ക് ആശ്രയിക്കാനുള്ള ഒരു താങ്ങുവടിയായിരുന്നു മൂസാ നബിയുടെ കയ്യിലുള്ളത്. അതാണ് മൂസാ നബിയുടെ കയ്യിലുള്ള മൂപ്പരുടെ ആയുധം. ആ സമൂഹത്തിനൊരു താങ്ങുവടിയായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആശയം. അപ്പൊ അതാണ് ഇത് ആശയപരമായിട്ടാണ് ഖുർആൻ മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ നിരവധി എന്റെ ക്ലാസ്സുകളിൽ നിന്നും കാസറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തയ്യാറാകണമെന്ന് മാത്രം ഞാൻ ഉപദേശിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുന്നു.